നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ജോഗ്രഫിയുടെ PYQs ആണ് അനലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അതും ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളത് ഗ്രൂപ്പ് ഡിയുടെ ജോഗ്രഫി PYQs ആണ്. നമ്മൾ ഓൾറെഡി ഒരു പാർട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. PYQന്റെ പാർട്ട് 1 ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 2 ആണ്, സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, സോ ജോഗ്രഫി പാർട്ട് 2 ആണ്. തുടക്കം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നമ്മൾ ഏകദേശം ഇവിടെ വരെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതായത് ക്ലൈമറ്റ്, ഇന്ത്യൻ ക്ലൈമറ്റ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു സെഷൻ കാണുക. ചിലവർക്ക് സെഷൻ ചിലപ്പോൾ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. അല്ലാത്തവരുടെ സെഷൻ കണ്ടിട്ട് വരിക, ഒരുമിച്ചാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, സോ ഇന്ത്യൻ ക്ലൈമറ്റ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്ത്യൻ സോയിലൂടെ കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനകത്ത് അഗ്രികൾച്ചർ, എനർജി ഇതെല്ലാം വരുന്നുണ്ട്, ഫോറസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ പൊതുവേ ഗ്രൂപ്പ് ഡി എക്സാം അല്ലെങ്കിൽ പൊതുവേ ഈ പറയുന്ന പോലെ PSC SSC പരീക്ഷകൾ പഠിക്കാൻ നേരത്ത്, RR പരീക്ഷകൾ പഠിക്കാൻ നേരത്ത് കാര്യമായിട്ട് കുട്ടികൾ പഠിക്കാത്തൊരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. സോയിലും കൂട്ടാം നമുക്ക്, അത്ര കണ്ട് ശ്രദ്ധ കൊടുക്കാത്ത ഏരിയ ആണ്. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾ ഏരിയയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്കിന്ന് ഇന്ത്യൻ സോയിലിൽ തുടങ്ങാം. ഓക്കെ, പാർട്ട് 2 ആണ്. പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം വരിക. പാർട്ട് 1 ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. പാർട്ട് 2 നമ്മൾ തുടങ്ങാൻ പോവാണ്. സോ ആദ്യം ഇന്ത്യൻ സോയിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭൂപ്രകൃതി നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഓൾറെഡി നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ തന്നെയുള്ള പലതരം മണ്ണുകളുണ്ട്. ഓക്കെ, ഏതൊക്കെ മണ്ണാണ്, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലാക്ക് സോയിൽ ഈസ് എ ഡാഷ് സോയിൽ, ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് സോയിൽ. ബ്ലാക്ക് സോയിലിന്റെ മറ്റൊരു പേരെന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് സോയിലുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ ഒരു ചോദ്യം കാണിച്ചിട്ട് ഇതിന്റെ ഡാറ്റ കാണിക്കാന്ന് വിചാരിക്കുന്നു. സോയിൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. സോ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട സോയിൽസ് ആണ് അലൂവിയൽ, ബ്ലാക്ക്, റെഡ്, ലാറ്ററൈറ്റ്, ഡെസേർട്ട്, മൗണ്ടെയിൻ. ഈ 6 സോയിൽ പഠിച്ചു വെച്ചാൽ മതിയാവും. ഓക്കെ, പിന്നെ 2 ഉള്ളത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഈ 6 സോയിലാണ് ഇമ്പോർട്ടന്റ് സോയിൽ. ഇതാണ് ചോദ്യങ്ങൾ ചോദിക്കാറ്. ബാക്കി 2 എക്സ്ട്രാ സോയിലുകൾ പൊതുവെ എല്ലാവർക്കും കാണാത്ത 2 സോയിലുകൾ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ ബ്ലാക്ക് സോയിൽ ക്വസ്റ്റ്യൻ, അതുപോലെ ലാറ്ററൈറ്റ് സോയിലിന്റെ ക്വസ്റ്റ്യൻ, അതുപോലെ പ്ലെയിൻ ഏരിയ ഓഫ് ഗംഗയിൽ ഏതൊക്കെ സോയിലാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ്. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ അപ്പൊ പറ്റും. നമുക്ക് നോക്കാം. സോ ആദ്യത്തേത് അലൂവിയൽ സോയിൽ. ഏതാണ്? അലൂവിയൽ സോയിലാണ്. നമുക്ക് നോക്കാം. അലൂവിയൽ സോയിലിന്റെ പ്രത്യേകത എന്താ? നമ്മൾ പല സമയങ്ങളിലും പല ക്ലാസ്സുകളിലും പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അലൂവിയം എന്ന് പലയിടത്ത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അലൂവിയം എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മുടെ മനസ്സിലേക്ക് ചാടി വരേണ്ട ഒരു കാര്യമാണ് റിവറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അലൂവിയം എന്ന് കേട്ടാൽ റിവറുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. സോ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിവറിന്റെ പ്ലെയിൻ ഏതാണ്? ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസിന്റെ പ്ലെയിൻ ആണ്. നമ്മുടെ പഞ്ചാബ്, ഹരിയാന, UP, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ എല്ലാം കൂടെ ഒഴുകുന്നത്. പിന്നെ നമുക്ക് മധ്യപ്രദേശിന്റെ മുകളിലൊക്കെ പിടിക്കാം. ആ ഏരിയയിലുള്ളതാണ് ഇന്ത്യയുടെ ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ നമ്മൾ വിളിക്കും. ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ റിവറിന്റെ പ്ലെയിനുകളിൽ അല്ലെങ്കിൽ റിവർ വാലീസിൽ കാണപ്പെടുന്ന സോയിലാണ്. റിവറിന്റെ ഡെപ്പോസിഷൻ, റിവർ വരുമ്പോ അത് ഫ്ലഡ് ചെയ്യുമ്പോ അവിടെ എല്ലാം കൊണ്ട് മണ്ണിട്ടിട്ട് പോകണ്ടാവല്ലോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? അത് വീണ്ടും ഒഴുകി മുന്നോട്ട് പോകുന്നുണ്ടാവും. സോ റിവർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോയിലാണ് അലൂവിയൽ സോയിൽ. കേരളത്തിലൊക്കെ വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ മണ്ണ് കയറി. ആ മണ്ണാണ് ശരിക്കും എന്ത്? അലൂവിയൽ സോയിൽ. അതുകൊണ്ട് തന്നെ അത് എന്താണ്? ഫോംഡ് ബൈ ഡെപ്പോസിഷൻ ഓഫ് റിവേഴ്സ്. ഫോർമേഷൻ മനസ്സിലായി. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര ആൻഡ് അതർ റിവേഴ്സ്, എല്ലാ റിവേഴ്സും ഉണ്ടാക്കും ഇത്. ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞ എല്ലാ റിവേഴ്സും ഉണ്ടാക്കും. ഡെഫിഷ്യന്റ് ഇൻ നൈട്രജൻ, അതുപോലെ റിച്ച് ഇൻ പൊട്ടാഷ് ആൻഡ് ലൈം. ഇന്ത്യയിലെ ഏത് സോയിൽ വന്നാലും ഒരൊറ്റ വാക്ക് മനസ്സിൽ ഓർക്കുക, ഇന്ത്യയിലെ സോയിലുകൾ നൈട്രജൻ. ഓക്കെ, നൈട്രജൻ, അതുപോലെ ഫോസ്ഫറസ്. ഓക്കെ, നൈട്രജൻ, ഫോസ്ഫറസ് മുതലായ മൂലകങ്ങൾ കുറവുള്ള സോയിലാണ് ഇന്ത്യയിൽ. സോ ഇന്ത്യയിലെ ഏത് സോയിൽ എടുത്തു, ഇവിടെ നോക്കാം, താഴോട്ട് നോക്കാം, ഇവിടെയും ഫോസ്ഫറസ് പൂറാണ്, നൈട്രജൻ പൂറാണ്. ഇവിടെയും എന്താണ്? ഫോസ്ഫറസും നൈട്രജനും പൂറാണ്. ഓക്കെ, സോ നൈട്രജനും ഫോസ്ഫറസും NPK ഫെർട്ടിലൈസേഴ്സ് ഇന്ത്യയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ പെട്ടതാണ്. നമ്മൾ ഫാക്ടം ഫോസ് കേട്ടിട്ടുണ്ടാവും, നമ്മൾ യൂറിയ കേട്ടിട്ടുണ്ടാവും. അതെല്ലാം നൈട്രജനും പൊട്ടാഷ്യം ഒക്കെ ഫോസ്ഫറസിനൊക്കെ വേണ്ടിയുള്ളതാണ്. ഓക്കെ, സോ അവിടെ നിൽക്കട്ടെ. സോ ഓർക്കുക, ഇന്ത്യയിലെ സോയിലുകളിൽ പൊതുവെ നൈട്രജനും പൊട്ടാഷ്യവും അതുപോലെ തന്നെ ഫോസ്ഫറസ് ഒക്കെ വളരെ കുറവാണെന്ന് ഓർത്തു വയ്ക്കുക.
ഓക്കെ, സോ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ് അലൂവിയൽ സോയിൽ. ഏറ്റവും ഫെർട്ടിലിറ്റിയിൽ ഏറ്റവും ആദ്യം എഴുതാൻ പറ്റിയ സോയിലാണ് അലൂവിയൽ സോയിൽ. നോർത്തേൺ പ്ലെയിൻസിൽ പഞ്ചാബ്, UP, ഹരിയാന, വെസ്റ്റ് ബംഗാൾ, ആസാം ഏരിയയിലാണ് കാണപ്പെടുന്നത്. കോസ്റ്റൽ പ്ലെയിൻസിലും കാണപ്പെടുന്നുണ്ട്. മിക്കവാറും എല്ലാ ക്രോപ്സും അവിടെ ഉണ്ടാവും. ഹൈലി ഫെർട്ടൈൽ ആയതുകൊണ്ട് മിക്കവാറും എല്ലാ ക്രോപ്സും ഉണ്ടാവും. സോ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ക്രോപ്പുകൾ ഏതൊക്കെയാ? വീറ്റ്, റൈസ്, അതുപോലെ തന്നെ ഷുഗർ കെയിൻ, കോട്ടൺ, ഇതെല്ലാം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. സോ വളരെ ജനറൽ ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. മെയിൻ ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ട റിവർ കാരണമാണ്, ഹൈലി ഫെർട്ടൈൽ ആണ്. പക്ഷെ പഴയ അലൂവിയൽ സോയിലിനെ നമ്മൾ, അതായത് പണ്ടെങ്ങോ വെള്ളപ്പൊക്കം വന്നപ്പോ അടിഞ്ഞുകൂടിയ സോയിലിനെ നമ്മൾ ബംഗാർ എന്ന് വിളിക്കുന്നു. ബംഗാർ പഴയത്, ബംഗാർ ഓൾഡ്. ഖാദർ പുതിയ മനുഷ്യനാ. ഓക്കെ, ഖാദർ ന്യൂ സോയിലാണ്. പുതിയ സോയിലിനെ ഖാദർ എന്നും പഴയ സോയിലിനെ, പണ്ടെങ്ങാണ്ടുണ്ടായ സോയിലിനെ ബംഗാർ എന്ന് വിളിക്കും. ഇതും കൂടെ ഓർത്തിരിക്കുക അലൂവിയൽ സോയിൽ. ഇനി ബ്ലാക്ക് സോയിൽ ആകുമ്പോൾ പ്രത്യേകത എന്താ? ബ്ലാക്ക് സോയിൽ ഉണ്ടാവാൻ ഒരൊറ്റ കാരണമാണ് വോൾക്കാനോ വഴി, അല്ലെങ്കിൽ ലാവ പൊടിഞ്ഞുണ്ടായതാണ്. പണ്ടെങ്ങാണ്ട് വന്ന ലാവ പൊടിഞ്ഞുണ്ടായതാണ്. വെതറിംഗ് ഓഫ് ഡെക്കാൻ ബസാൾട്ട്, അത് ഡെക്കാൻ ട്രാപ്പ് എന്നൊരു ട്രാപ്പ് ഉണ്ട് ഇന്ത്യൻ പെനിൻസുലയിൽ. ഓക്കെ, കുറച്ച് പൊക്കമുള്ള ഒരു ഏരിയ ആണ് ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയും. സോ ഡെക്കാൻ പ്ലേറ്റിൽ, ഡെക്കാൻ ട്രാപ്പിൽ കാണപ്പെടുന്ന ലാവ പൊടിഞ്ഞുണ്ടായ സോയിലാണ് ബ്ലാക്ക് സോയിൽ. ബ്ലാക്ക് സോയിൽ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ നേരത്തെ അലൂവിയത്തിന് റിവർ എന്ന് പറഞ്ഞ പോലെ, ലാവ എന്ന് പറഞ്ഞ അലൂവിയൻ സോയിലിന് റിവർ എന്ന് പറഞ്ഞ പോലെ, ബ്ലാക്ക് സോയിൽ എന്ന് ഓർക്കുമ്പോൾ ഓടി വരേണ്ട രണ്ട് വാക്കുകളാണ്. ഒന്ന് ലാവ, അടുത്തത് കോട്ടൺ. ബ്ലാക്ക് സോയിൽ ഈസ് ഫേമസ് ഫോർ കോട്ടൺ കൾട്ടിവേഷൻ ആൻഡ് ഷുഗർ കെയിൽ കൾട്ടിവേഷൻ. പ്ലസ് it's formed by the deposition of, അല്ലെങ്കിൽ erosion and deposition of lava soil. ഓക്കെ, അത് കഴിഞ്ഞാൽ അത് മോയ്സ്ചർ റിട്ടൻറ്റീവ് ആണ്. അത് നമ്മളൊരു മറ്റൊരു പേര് വിളിക്കും സെൽഫ് പ്ലവിങ് ആണ്. സ്വന്തമായിട്ട് വെള്ളം ഈ പറയുന്ന പോലെ റിട്ടൻഷൻ ചെയ്ത് കൈ വയ്ക്കാനുള്ള കഴിവുണ്ട്. സ്വന്തമായിട്ട് സെൽഫ് പ്ലവിങ്ങിനുള്ള കഴിവുള്ള ഒരു സോയിലാണ് നമ്മൾ പറയുന്നു. ഇവിടെയും ഫോസ്ഫറസും നൈട്രജനും കുറവാണ്. ഡെക്കാൻ പെനിൻസുല റീജിയനിലാണ് കാണപ്പെടുന്നത്. ബ്ലാക്ക് സോയിൽ വളരെ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. അതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ലാവ എന്നതാണ്, അടുത്ത മോയ്സ്ചർ റിട്ടൻറ്റീവ് ആണ്, അതിന്റെ റീജിയൻ ഡെക്കാൻ റീജിയൻ ആണ്. കോട്ടനും ഷുഗർ കെയിനും ആണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ബാക്കി മെയ്സും ടൊബാക്കോയും ഓയിൽ സീഡ് ഒക്കെ ഉണ്ട്. അടുത്ത റെഡ് സോയിൽ. ഇന്ത്യയിലെ ബാക്കി ഏരിയകളിൽ കാണപ്പെടുന്ന സോയിലാണ് റെഡ് സോയിൽ. ഡെക്കാൻ ഏരിയയിലും റിവർ ഏരിയയിലും അല്ലാതെ മിക്കവാറും ഏരിയയിൽ കാണപ്പെടുന്ന റെഡ് സോയിലാണ്. ക്രിസ്റ്റലൈൻ ഇഗ്നിയസ് റോക്കിൽ നിന്ന്, ഗ്രാനൈറ്റ്, നിക്സ് പോലത്തെ റോക്കുകൾ വെതർ ചെയ്തുണ്ടായതാണ്. അയൺ ഓക്സൈഡ് എന്ന് പറയുന്ന മൂലകം ഉള്ളത് കൊണ്ടാണ് അതിന് റെഡ് കളർ വരാൻ വേണ്ടി കാരണം. പൂവർ ഇൻ നൈട്രജൻ, ഫോസ്ഫറസ്, ഹ്യൂമസ് ആണ്. മോഡറേറ്റ്ലി ഫെർട്ടൈൽ ആണ്. ബ്ലാക്ക് സോയിലിന്റെയും അല്ലെങ്കിൽ അലൂവിയൻ സോയിലിന്റെ അത്രയും ഫെർട്ടിലിറ്റി ഇല്ല. ഫെർട്ടിലിറ്റി കുറച്ചുകൂടെ കുറവാണ്. മില്ലറ്റ്സ്, ഫെർട്ടിലിറ്റി കുറവുള്ളിടത്ത്, മഴ കുറവുള്ളിടത്ത് പൊതുവെ കാണപ്പെടുന്നതാണ് മില്ലറ്റ്സ്. ഡ്രൈ ക്രോപ്പാണ്, കാര്യമായിട്ട് മഴ വേണ്ടാത്ത ക്രോപ്പാണ്. ഗ്രൗണ്ട് നട്ട്, പൾസസ്, റൈസ്, കോട്ടൺ എല്ലാം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. പൊതുവെ മഴ കുറവുള്ള സ്ഥലത്ത്, കാര്യമായിട്ട് മഴയില്ലാത്ത സ്ഥലത്ത്, ഫെർട്ടിലിറ്റി കുറഞ്ഞ സ്ഥലത്ത് കാണപ്പെടുന്ന സോയിലാണ് റെഡ് സോയിൽ. അടുത്തത് ലാറ്ററൈറ്റ് സോയിൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോയിലാണ്. പൊതുവേ കേരളത്തില്, മേഘാലയ, നല്ല മഴയുള്ള സ്ഥലത്ത് കാണുന്നതാണ്. വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, മേഘാലയ, കേരള, കർണാടക, ഒഡീഷ. മഴ കൂടുതലുള്ള സ്ഥലത്ത് കാണുന്നതാണ്. അപ്പൊ ഈ മഴ കൂടുതലുള്ള സ്ഥലത്ത് കാണണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? ഒരു സ്ഥലത്ത് സോയിൽ ഉണ്ടെന്ന് വിചാരിക്കുക, എന്തോ ഒരു സോയിൽ ഉണ്ട്. ആ സോയിലിലേക്ക് നിരന്തരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? ആ സോയിലില് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ലൈമും സിലിക്കൺ പോലെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും? അവിടുന്ന് ലീച്ച് ഔട്ട് ചെയ്യപ്പെടും, അവിടുന്ന് ഒഴിഞ്ഞു പോകും. പിന്നെ അവിടെ ഉണ്ടാവില്ല. അവർ വാട്ടർ സോലുബിൾ ആയിട്ട് അവരുടെ വഴിക്ക് പോകും. അങ്ങനെ എന്ത് പറ്റും? ഒരു ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ലാറ്ററൈറ്റ് സോയിൽ നടക്കും. സോ അവിടുത്തെ ഫെർട്ടിലിറ്റി പോയിട്ടുണ്ടാവും. അവിടെ ആകെ പിന്നെ ബാക്കി ഉണ്ടാവുന്നത് അയൺ പോലെയുള്ള മൂലകങ്ങൾ മാത്രമാണ്. അതാണ് അതിന് റെഡ് കളർ ഉണ്ടാവാൻ കാരണം. ലാറ്ററൈറ്റ് സോയിൽ നമ്മുടെ ചെങ്കല്, നമ്മുടെ വെട്ടുകല്ലില്ലേ, നമ്മുടെ വീടൊക്കെ പണിയാൻ വേണ്ടി കേരളത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന വെട്ടുകല്ല്, അതാണ് ഈ ലാറ്ററൈറ്റ് സോയിൽ, ചുവന്ന കളർ സോയിൽ. പക്ഷെ ആ ചുവന്ന കളറിന് കാരണം എന്താ? ലീച്ചിങ് കാരണം അതിലുള്ള ലൈമും സിലിക്കണൊക്കെ ഒലിച്ചു പോകും. സ്വാഭാവികമായിട്ടും അവിടെ ഫെർട്ടിലിറ്റി കുറയും. അങ്ങനെ ഫെർട്ടിലിറ്റി കുറവുള്ള ഹെവി റെയിൻഫോൾ കാരണം പ്യുവർ ഇൻ ഹ്യൂമസ് ആൻഡ് ഫെർട്ടിലിറ്റി, അതായത് മാനുവറിങ്, വളമിട്ടാൽ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ. ഓക്കെ, വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, മേഘാലയ, കേരള, കർണാടകയിലാണ് കാണപ്പെടുന്നത്. ഇവിടെ പ്ലാന്റേഷൻ ക്രോപ്പിംഗ് ആണ് കാര്യമായിട്ടുള്ളത്. എന്ത് ക്രോപ്പിംഗ്? ആ പ്ലാന്റേഷൻ ക്രോപ്പുകൾ, ടീ പ്ലാന്റേഷൻ, കോഫി പ്ലാന്റേഷൻ, കാഷ്യൂ പ്ലാന്റേഷൻ, റബ്ബർ പ്ലാന്റേഷൻ, അങ്ങനെ എസ്റ്റേറ്റുകളൊക്കെ ഉള്ള ക്രോപ്പുകളില്ലേ, റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടാവും, കാഷ്യൂ എസ്റ്റേറ്റ് ഉണ്ടാവും. അതായത് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ആണ് മെയിനായിട്ട് കാണപ്പെടുന്നത് അവിടെ. അത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് ഡെസേർട്ട് ഓർ എറിഡ് സോയിൽ.
എറിഡ് സോയിൽ ഉണ്ടാവാൻ കാരണം ആരായിരിക്കും? ഇവിടുത്തെ ആളാരാ? ഇവിടെ എയർ ആണ് ആൾ. ഇവിടെ റെയിൻ ആണ് ഇവിടുത്തെ പ്രശ്നക്കാരനെങ്കിൽ ഇവിടെ എയർ ആണ് പ്രശ്നക്കാരൻ. ഈ എയർ കാറ്റ് എന്നിട്ട്, എയർ അല്ല വിൻഡാണ്, ഈ കാറ്റ് എന്നിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന മലകളെയും അതുപോലെ വലിയ വലിയ കല്ലുകളെയും പാറക്കഷ്ണങ്ങളെയും എന്ത് ചെയ്യും? അത് പയ്യെ 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 പോയി ഇറോഡ് ചെയ്ത് മണൽ തരികളാക്കി മാറ്റി എറിഡ് സോയിൽ അല്ലെങ്കിൽ ഡെസേർട്ട് സോയിൽ ആക്കി മാറ്റും. ബേസിക്കലി മണൽ. ഓക്കെ, സാൻഡി ആണ്, മണലുള്ളതാണ്. സലൈൻ ആണ്, ഉപ്പ് രസമുള്ളതാണ്. പ്യുവർ ഇൻ ഓർഗാനിക് മാറ്റർ, കാര്യമായിട്ട് ഓർഗാനിക് മാറ്റർ ഉണ്ടാവണമെങ്കിൽ ഡെസേർട്ടില് ജീവജാലങ്ങളൊന്നുമില്ല, മരങ്ങളൊന്നുമില്ല. സോ ഓർഗാനിക് മാറ്റർ വളരെ കുറവാണ്. വാട്ടർ റിട്ടൻഷനുള്ള കഴിവ് വളരെ കുറവാണ്. വെള്ളം കയ്യിൽ പിടിപ്പിക്കാനുള്ള കഴിവ് കുറവാണ്. എപ്പോഴും ആവിയായി പോകും. ഉള്ള വെള്ളമൊക്കെ ആവിയായി പോകും അല്ലെങ്കിൽ ഒഴുകിപ്പോവും. വാട്ടർ റിട്ടൈൻ ചെയ്ത് പിടിക്കാൻ, കയ്യിൽ തന്നെ സംഭരിക്കാനുള്ള കഴിവില്ല. രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ് ഏരിയയിൽ, അതായത് താർ മരുഭൂമിയുടെ ഏരിയയിലാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ഓക്കെ, അവിടെ അപ്പൊ എന്തായാലും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ വാട്ടർ വലിയ കാര്യമായിട്ട് വേണ്ടാത്ത ആൾക്കാർ, അതായത് മില്ലറ്റ്, ബാർലി, മെയ്സ്, പൾസസ്, വാട്ടർ കുറച്ച് വേണ്ട ആൾക്കാർ, വാട്ടർ കാര്യമായിട്ട് വേണ്ടാത്ത ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഓർത്തു വയ്ക്കാം. അടുത്ത മൗണ്ടൈൻ ഓർ ഫോറസ്റ്റ് സോയിൽ എവിടെയായിരിക്കും? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മൗണ്ടൈൻ ഉള്ളത് ഹിമാലയ, വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ് റീജിയനിലാണ് കാണപ്പെടുന്നത്. ഇവർക്കൊരു പ്രത്യേകത എന്താ? പൊക്കം കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഉയരം കൂടുന്നതനുസരിച്ച് എന്താ പല തരത്തിൽ കാണപ്പെടാം, പല തരത്തിൽ സോയിലിൽ മാറ്റങ്ങൾ വരാം. വേരീസ് ഡ്യൂ ടു ലാറ്റിറ്റ്യൂഡ്. മുകളിലോട്ട് പോകുന്തോറും കല്ലുകൾ കൂടി വരും, അല്ലെങ്കിൽ പാറ കൂടുതലുള്ള മണ്ണായി വരും. താഴോട്ട് വരുന്നോറും ചെറിയ 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 കഷ്ണം കഷ്ണം കല്ലുകളായി അവസാനം മണ്ണായി മാറും. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴും സ്റ്റോണിന്റെ വലിപ്പം കൂടി വരാം. ഓക്കെ, ഹിമാലയൻ റീജിയനിലാണ് കാണപ്പെടുന്നത്. ഇവിടെയും ടീ, കോഫി, സ്പൈസസ്, ഫ്രൂട്ട്സ് ഒക്കെയാണ് ഉണ്ടാവുന്നത്. നമ്മുടെ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ആസാമിലൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങൾ. ഓക്കെ, ടീ ആസാമിലുണ്ട്, കോഫി ആസാം നോർത്ത് ഈസ്റ്റ് ഏരിയയിലുണ്ട്, സ്പൈസസും ഫ്രൂട്ട്സ് ഒക്കെ ഉത്തരാഖണ്ഡ്, ഹിമാചലിലൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങൾ. ഓക്കെ, അടുത്തത് PT അല്ലെങ്കിൽ മാർഷി സോയിൽ. PT മാർഷി സോയിൽ വളരെ എളുപ്പമാണ്. നമ്മൾ ചതുപ്പുകൾ കാണുന്നില്ലേ, നമ്മൾ കൊല്ലം, ആലപ്പുഴ, അതുപോലെ തിരുവനന്തപുരം, അതുപോലെ എറണാകുളം ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നുണ്ടോ? മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയും. ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് എന്താണ്? വെള്ളം കെട്ടി നിൽക്കുന്നതാണ്, വാട്ടർ ലോഗ്ഡ് ആണ്. ഹെവി ഇൻ ഹ്യൂമസ്, ഓർഗാനിക് മെറ്റർ, ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽ കാര്യമായിട്ടുണ്ട്, പക്ഷെ അസിഡിക് ആയിട്ടുള്ള സോയിലാണ്, നല്ലോണം ഉപ്പ് രസമുള്ള സോയിലാണ്. ഹൈ ഇൻ ഓർഗാനിക് മാറ്റർ ഉണ്ട്, പക്ഷെ എന്താ? അസിഡിക് ആയിട്ടുള്ള സോയിൽ, കുറച്ചുകൂടെ ആസിഡ്, pH താഴെയുള്ള കുറച്ചുകൂടെ ആസിഡുമായിട്ട് ബന്ധപ്പെട്ട സോയിലാണ്. കേരള, വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് മാംഗ്രൂവ് ഫോറസ്റ്റ്, കോസ്റ്റൽ ഏരിയാസ്, അതായത് കണ്ടൽ കാടുകളുള്ള, കടലും അതുപോലെ തന്നെ കരയ്ക്കും ഇടയിലുള്ള സ്ഥലങ്ങളിലാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. പൊഴിയായിട്ടുള്ള ഏരിയകളിൽ അല്ലെങ്കിൽ കടലിനോട് ചേർന്നുള്ള ഏരിയയിൽ കാണപ്പെടുന്നത്. റൈസും ജൂട്ടും ആണ് മെയിൻ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. കേരളത്തിൽ റൈസും അതുപോലെ വെസ്റ്റ് ബംഗാളിൽ ജൂട്ടും. അതൊന്ന് ഓർത്ത് വയ്ക്കുക. കേരളത്തില് കണ്ടൽക്കാടുകളുടെ ഏരിയയിൽ അല്ലെങ്കിൽ ഈ ചതുപ്പ് ഏരിയയിൽ പൊതുവെ റൈസും, വെസ്റ്റ് ബംഗാളിൽ പൊതുവെ ജൂട്ടുമാണ് കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി ആൽക്കലൈൻ സോയിൽ, പുവർ ഡ്രെയിനേജ്, ഏറ്റവും കൂടുതൽ വെള്ളം കുറവുള്ള സ്ഥലത്ത്, അതായത് നമ്മുടെ റാൻ ഓഫ് കച്ച്. എന്താണ് ഈ റാൻ ഓഫ് കച്ച്? നിങ്ങൾ ദുൽഖറിന്റെ നമ്മുടെ ചാർലിയിൽ കണ്ടിട്ടുണ്ടാവും. തുടക്കത്തിൽ തന്നെ ദുൽഖർ മറ്റേ കുതിരയുടെ പുറകെ ഓടുന്ന ഒരു സീൻ കണ്ടിട്ടുണ്ടാവും, വെളുത്തിരിക്കുന്ന ഡെസേർട്ട്. അതായത് എണ്ണ, മറ്റേ ഇത് എണ്ണയല്ല, നമ്മുടെ ഉപ്പ് പാടങ്ങളാണ് മൊത്തം, ഉപ്പ് പാടങ്ങൾ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഹൈലി സലൈൻ ആണ്, സോൾട്ടിന്റെ ക്രസ്റ്റുകൾ ഹൈലി സലൈൻ ആണ്. അവിടെ വെള്ളം ഇല്ല, പ്രൂവർ ഡ്രെയിനേജ്. എന്താ? വെള്ളം മൊത്തം ആവിയായി പോയി. ഓക്കെ, സോ ഉപ്പ് നമുക്ക് കോരി എടുക്കാം, ആ ലെവലിലാണ് ഉപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി വളരെ കുറവാണ്, ഇവാപറേഷൻ വളരെ കൂടുതലാണ്. ലീവ് സോൾട്ട് ഓൺ സർഫസ്, സർഫസിൽ ഫുൾ ഉപ്പാണ്, ഇവാപറേറ്റ് ചെയ്ത് പോയി ഉപ്പായി മാറി. ഓക്കെ, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, ബീഹാർ ഏരിയയിലാണ് ഇത് പലയിടത്തും കാണപ്പെടുന്നത്. മെയിൻ ആയിട്ട് കാണപ്പെടുന്ന റാൻ ഓഫ് കച്ച് ഏരിയയിലാണ്. സോൾട്ട് ടോളറന്റ് ആയിട്ടുള്ള ക്രോപ്പുകൾ, ഉപ്പിനെയും അതിജീവിക്കാൻ കഴിയുന്ന ക്രോപ്പുകൾ മാത്രമേ കാണപ്പെടുള്ളൂ. ബാർലി, കോട്ടൺ, ഷുഗർ, ബീറ്റ്, റൈസ്. ട്രീറ്റ്മെന്റിന് ശേഷം, പൊതുവെ ജിപ്സം ട്രീറ്റ്മെന്റാ ചെയ്യാറ്, ആ ട്രീറ്റ്മെന്റിന് ശേഷം ഇവരെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആൽക്കലൈൻ അല്ലെങ്കിൽ സലൈൻ സോയിൽ, അല്ലെങ്കിൽ ഉസാർന്നോ കക്കാർന്നോ റേ എന്നൊക്കെ ആ നാട്ടിൻപുറത്ത് തന്നെ വിളിക്കും. മീൻസ് അതിന്റെ റീജിയണൽ നെയിംസ് ആണ്. ഓക്കെ, സോ ഇത്രയും സോയിൽസ് ആണ് നമുക്കുള്ളത്. സോ ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ബ്ലാക്ക് സോയിൽ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് സോയിൽ. ഈ ബ്ലാക്ക് സോയിലിന്റെ മറ്റൊരു പേരാണ് എന്ത്? റെഗൂർ സോയിൽ. ഏതാണ്? റെഗൂർ സോയിൽ ആണ് ബ്ലാക്ക് സോയിലിന്റെ മറ്റൊരു പേര്. എന്താണ് ബംഗാർ? ബംഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് അലൂവിയൽ സോയിലിനെയാണ് നമ്മൾ ബംഗാർ എന്ന് പറയുന്നത്. ഓൾഡ് അലൂവിയൽ സോയിൽ. ഹ്യൂമിഡ് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തില് ഈർപ്പത്തിന്റെ അളവുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂമിഡ് ആയിട്ടുള്ള വെള്ളമാണെന്ന് പറയും, മീൻസ് അറ്റ്മോസ്ഫിയർ ആണെന്ന് പറയും. ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്ന, പനങ്കൽക്കണ്ടൊക്കെ പോലെ ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്ന സോയിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെള്ളാരങ്കല്ലൊക്കെ പോലെ ഇരിക്കുന്ന സോയിലാണ് ക്രിസ്റ്റലൈൻ സോയിൽ. ഓക്കെ, റെഗൂർ നമ്മൾ പറഞ്ഞു, ഇതിന്റെ ആൻസർ റെഗൂർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാട്രൈറ്റ് സോയിൽ ഇസ് മെയിൻലി ഫൗണ്ട് ഇൻ. ലാട്രൈറ്റ് സോയിൽ എവിടെയാണ് കാണപ്പെടുന്നത്?
നമ്മൾ കുറെ ഏരിയാസ് കണ്ടു, എല്ലാ സോയിലും എവിടെ കാണപ്പെടുന്നത്. ഈ ലാറ്ററൈറ്റ് സോയിൽ കാണപ്പെടുന്നത് പൊതുവെ എവിടെയാ? റെയിൻ കൂടുതലുള്ള, മഴ കൂടുതലുള്ള സ്ഥലത്താണ് പൊതുവെ എന്ത് കാണപ്പെടുന്നത്? ലാറ്ററൈറ്റ് സോയിൽ കാണപ്പെടുന്നത്. നോക്കാം നമുക്ക് എവിടെയൊക്കെ കാണപ്പെടുന്ന. ഈ ഇമേജ് ഒന്ന് നോക്കിക്കോളൂ. ഈ ഇമേജിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ള NCERT-യിലുള്ള ഇമേജ് ആണ്. നോക്കിക്കോളൂ. ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൈൻ സോയിൽ കാണപ്പെടുന്ന ഹിമാലയന്റെ ഏരിയയിലാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. ഹിമാലയ ഏരിയയിലാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് അല്ലേ? ഈ 3 ഏരിയയിൽ. ഇനി അലൂവിയൽ സോയിൽ കാണപ്പെടുന്ന എവിടെയാ? അവിടെ ഇൻഡസിന്റെ റീജിയൻ, അതുപോലെ ഇവിടെയും കുറച്ച് നദികളുണ്ട്. ഇതിന്റെ ഏരിയ, ഗംഗയുടെ ഏരിയ, ബ്രഹ്മപുത്രയുടെ ഏരിയ. ഓക്കെ, അങ്ങനെ ഇവിടെയൊക്കെ ഇവിടെ മഹാനദി ഉണ്ട്, ഇവിടെ കൃഷ്ണ, ഗോദാവരി, കാവേരി, അങ്ങനെ കുറെ നദികളുണ്ട്. സോ ഈ ഗ്രീനിൽ കാണിക്കുന്ന എല്ലാം അലൂവിയൽ സോയിലാണ്. കാര്യം നദികൾ അവിടെ ഉണ്ട്. റെഡിൽ കാണിക്കുന്ന റെഡ് സോയിലാണ്. ഇത് ഡെക്കാൻ സോയിലെ ബ്ലാക്ക് ആണ്, ബ്ലാക്ക് സോയിൽ. ഡെക്കാൻ ഏരിയയിലെ ബ്ലാക്ക് സോയിൽ. ഇനി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലാറ്ററൈറ്റ് സോയിൽ കാണപ്പെടുന്ന ഒന്ന് ഈ പറയുന്ന കോസ്റ്റ്, മലബാർ കോസ്റ്റ്, അതുപോലെ കർണാടകയുടെ ഭാഗത്തുള്ള കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റിൽ കാണപ്പെടുന്നത്. പിന്നെ കാണപ്പെടുന്നത് ഈ ഒരു ഏരിയയിൽ. ഓക്കെ, ആ മഹാനദിയുടെ ഏരിയയിൽ, നമ്മൾ ഒഡീഷയുടെ ഏരിയയിൽ, ഉത്കൽ പ്ലെയിൻ എന്ന് പറയും, ഒഡീഷ ഏരിയയിൽ. പിന്നെ ഇവിടെ മേഘാലയ ഏരിയ നമ്മൾ പറഞ്ഞാണ് മേഘാലയ. സോ കർണാടക, കേരള, മേഘാലയ, ഒഡീഷ, ഇവിടെയാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. പിന്നെ കാണപ്പെടുന്ന സ്ഥലമാണ് ഈ ഒരു രാജസ്ഥാന്റെ ഭാഗം. ഓക്കെ, സോ മേജർ ആയിട്ട് കാണപ്പെടുന്നത് എവിടെയാ? കർണാടക, കേരള, മേഘാലയ, അതുപോലെ തന്നെ ഈ താഴത്തെ നോർത്ത് ഈസ്റ്റിന്റെ താഴ്ഭാഗം, അതായത് ആസാമിന്റെ താഴ്ഭാഗം. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് രാജസ്ഥാന്റെ താഴെ കാണുന്ന രാജസ്ഥാന്റെയും അതുപോലെ മധ്യപ്രദേശിന്റെയും ആ ഒരു മഹാരാഷ്ട്ര, മധ്യപ്രദേശിന്റെ ഏരിയയിലാണ്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് കർണാടകയാണ് ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് കാണപ്പെടുന്ന സ്ഥലം. കാര്യം റെയിൻ കൂടുതൽ പെയ്യുന്ന, മൺസൂൺ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കോസ്റ്റൽ ഏരിയ ഇതാണ്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ്? കർണാടകയാണ്. ഓക്കെ, സോ ഈ ഒരു ഇമേജ് നിങ്ങൾ മനസ്സിലിരിക്കണം. കണ്ടോ, ഇത് താർ മരുഭൂമിയുടെ ഏരിയയിൽ ഏത് സോയിലാ? എറിഡ് സോയിലാണ്, അല്ലെങ്കിൽ ഡെസേർട്ട് സോയിലാണ്. ഓക്കെ, സോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദ പ്ലെയിൻ ഏരിയ ഓഫ് ഗംഗ ഈസ് കവേർഡ് ബൈ ഡാഷ് സോയിൽ. നമ്മൾ പറഞ്ഞു റിവർ വന്നോ നേരെ കുത്തിക്കോളാം ലാറ്ററൈറ്റ് സോയിൽ. ഇനി ബ്ലാക്ക് സോയിൽ എവിടെ? എന്ത് കാരണം ഉണ്ടാവുന്ന? ലാവയുടെ ഇറോഷൻ കാരണം, ലാവ പൊടിഞ്ഞുണ്ടാവുന്നതാണ്. അടുത്ത അലൂവിയൽ സോയിൽ, സോറി ലാറ്ററൈറ്റ് സോയിൽ അല്ലാട്ടോ അതിന്റെ ഉത്തരം. ഇതിന്റെ സോയിൽ അലൂവിയൽ സോയിലാണ്, ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. ലാറ്ററൈറ്റ് സോയിൽ എന്തുകൊണ്ടുണ്ടാവുന്ന? നല്ല മഴ, ലീച്ചിങ് കാരണം, നല്ല മഴയത്തുള്ള ലീച്ചിങ് ആണ്. റെഡ് സോയിൽ ക്രിസ്റ്റലൈൻ റോക്സ്, ക്രിസ്റ്റലൈൻ ക്രിസ്റ്റലൈൻ ഇഗ്നിയസ് റോക്ക്, ക്രിസ്റ്റലൈൻ ഇഗ്നിയസ് റോക്ക്, ഗ്രാനൈറ്റ് പോലുള്ള റോക്സ് പൊടിഞ്ഞുണ്ടാവുന്നതാണ്. സോ ഇവിടുത്തെ ആൻസർ നമുക്ക് അലൂവിയലാണ്. റിവർ കണ്ട അലൂവിയം നമുക്ക് കുത്തുക, വേറെ കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഓക്കെ, അടുത്ത കരേവ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സോയിൽ. ഇത് നമ്മൾ നിർബന്ധമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ട സാധനമാണ്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സോയിലാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു സോയിലല്ല. കരേവ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സോയിലാണ്. അത് ആ സോയിൽ ഇത്രയും ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം എന്താണ്? ആ സോയിലാണ് ഇന്ത്യയിൽ സാഫ്രോൺ കൾട്ടിവേഷൻ നടക്കുന്നത്. ഇന്ത്യയിൽ മേജർ ആയിട്ട് സാഫ്രോൺ കൾട്ടിവേഷൻ നടക്കുന്നത് എവിടെയാ? ജമ്മു ആൻഡ് കശ്മീരിലാണ്. ഓക്കെ, ഈ ജമ്മു ആൻഡ് കശ്മീരിന്റെ ഭാഗത്തുള്ള ലേക്കുകളുടെ ഡെപ്പോസിറ്റ്, പണ്ട് അവിടെ ലേക്ക് ആയിരുന്നു, പിന്നീട് അത് ഡെപ്പോസിറ്റ്, അവിടെ കുറെ ഡെപ്പോസിറ്റ് വന്ന് അവിടെ ഉണ്ടാവുന്ന സോയിലാണ്. ലേക്കിന്റെ ഡെപ്പോസിറ്റ് കൊണ്ട് ഉണ്ടാവുന്ന സോയിലാണ് കരേവ. അത് ഏറ്റവും നല്ലത് എന്തിന്റെ കൾട്ടിവേഷൻ? അത് എന്തിനു വേണ്ടിയിട്ട് അത്ര ഫേമസ്? സാഫ്രോൺ, കുങ്കുമപ്പൂവിന്റെ കൾട്ടിവേഷന് വേണ്ടിയിട്ട്, സാഫ്രോണിന്റെ കൾട്ടിവേഷന് വേണ്ടി ഫേമസ് ആണ് JNK ഉള്ളത്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോയിലാണ്, ഒരു സ്പെഷ്യൽ കേസ് ആണ്, പഠിച്ചു വെക്കുക. ജമ്മു ആൻഡ് കശ്മീർ. ഓക്കെ, അടുത്ത സാഫ്രോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് മോസ്റ്റ്ലി എവിടെയായിരിക്കും? അപ്പോ ജമ്മു കശ്മീരിലാണ്. ഏതാണ് സോയില്? കരേവ സോയിൽ. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്തത് ഓൾഡ് അലൂവിയൽ സോയിൽ ഇസ് നോൺ ആസ്. നമ്മൾ 2 എണ്ണം പഠിച്ചു. ഓൾഡ് അലൂവിയൽ സോയിൽ, ഖാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ആണ്, ബംഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ആണ്. ഖാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ന്യൂ ആണ്, ബംഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ആണ്. ഓക്കെ, പിന്നെ റെഗൂർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. റെഡ് സോയിലിനെ പറ്റി നമ്മൾ പഠിച്ചതാണ്. സോ ഇത്രയാണ് സോയിൽസിൽ ഉണ്ടായത്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കണ്ടു, അതിന്റെ തിയറിയും കണ്ടു. നമ്മൾ അടുത്തതിന് പോകാൻ പോകുന്നത് ഫോറസ്റ്റ് വെജിറ്റേഷനിലേക്കാണ്. ഫോറസ്റ്റിൽ നിന്നും ഈ പറയുന്ന പോലെ കുറച്ച് ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ടേബിൾ നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ എത്തും. നമുക്ക് നോക്കാം. ഗിർ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ്. അപ്പൊ നമ്മൾ അറിയണം ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്താണെന്ന് അറിയണം. ഓക്കെ, അതുപോലെ ഗിർ എവിടെയാണെന്ന് അറിയണം. ഗിർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഗിർ വനം അല്ലെങ്കിൽ ഗിർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു അനിമലിന് വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ആ ഒരു അനിമൽ അവിടെ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫോറസ്റ്റിൽ മാത്രമേ ഇന്ത്യയിൽ അനിമൽ ഉള്ളൂ. ഏതാണ്? ഏഷ്യാറ്റിക് ലയൺ. ഏഷ്യാറ്റിക് ലയൺ. ഇത് കാണപ്പെടുന്നത് ഗിർ വനങ്ങൾ. ഗിർ വനങ്ങൾ ഉള്ളത് എവിടെയാ ഉള്ളത്? ഗുജറാത്തിലെ ഗിർ വനങ്ങളിലാണ് ലയൺ ഉള്ളത്. അപ്പൊ നമുക്ക് ഡെസിഡിയസ് ഫോറസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഗിർ വെച്ച് ആൻസർ ചെയ്യാം. സ്റ്റിൽ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്താ നമുക്ക് നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ, സ്പൈനിങ് ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ. സ്പൈനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്പൈനി എന്ന് പറഞ്ഞാൽ സ്പൈനിയുടെ മറ്റൊരു പേരാണ് തോൺ ഫോറസ്റ്റ്, അതായത് കുറ്റിച്ചെടികളുള്ള ഫോറസ്റ്റ്. കുറ്റിച്ചെടി എന്ന് പറഞ്ഞാൽ കള്ളിമുൾ ചെടി പോലെയുള്ള മുൾച്ചെടികളുള്ള ഫോറസ്റ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? നിങ്ങൾക്ക് അറിയാം, കള്ളിമുൾ ചെടിയും മുൾച്ചെടികളും പൊതുവേ കാണപ്പെടുന്നത് എവിടെയാണ്? മരുഭൂമിയിലാണ്. മരുഭൂമി ഇതിനകത്ത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്നാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, സോ മേജർ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ് ഇത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. അടുത്തത് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്. അടുത്തത് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ആൻഡ് സ്ക്രബ്. ഇത് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്പൈനി ഫോറസ്റ്റ്. അടുത്ത മൊണ്ടൈൻ ഫോറസ്റ്റ്. ഓക്കെ, പിന്നെ നമുക്ക് മാംഗ്രൂവ് ഫോറസ്റ്റ്, നമ്മൾ നേരെ ചതുപ്പ് നേരത്തെ വിളിച്ച ഫോറസ്റ്റ്. സോ ഈ ഇത്രയും ഫോറസ്റ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മഴ വേണം. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മഴയുള്ള സ്ഥലത്താണ് സ്പൈനി ഫോറസ്റ്റ്, എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ടാവുള്ളൂ, നിത്യഹരിത വനങ്ങൾ ഉണ്ടാവുള്ളൂ. ഈ നിത്യഹരിത വനങ്ങൾ ഉണ്ടാവണമെങ്കിൽ നല്ല മഴ വേണം. നല്ല മഴയുള്ള സ്ഥലങ്ങൾ ഏതാ? ഒന്ന് വെസ്റ്റേൺ ഘട്ട്സ്, സഹ്യപർവ്വതങ്ങൾ, കേരള കർണാടക റീജിയൻ, നല്ല മഴയുള്ള ഏരിയ ആണ്. അടുത്തത് ലക്ഷദ്വീപിന്റെ ഏരിയ, അടുത്തത് ആൻഡമാൻ നിക്കോബാറിന്റെ ഏരിയ, അടുത്ത ആസാമിന്റെ ഏരിയ, അടുത്ത തമിഴ്നാടിന്റെ കോസ്റ്റൽ ഏരിയ, അവിടെ നല്ലോണം മൺസൂൺ കിട്ടുന്ന ഏരിയ. ഓക്കെ, സോ 200 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയുള്ള, അത്യാവശ്യം ചൂടും മഴയും രണ്ടുമുള്ള സ്ഥലം. സോ ഈ വെജിറ്റേഷന്റെ പ്രത്യേകത എന്താ? എന്താ പറയാ, കാടിന്റെ പ്രത്യേകത എന്താ? ഡെൻസ് ആയിട്ടുള്ള കാടാണ്. പല ലെയറുകളിൽ ഫോറസ്റ്റ് കാണപ്പെടും. ഒരു ഒറ്റ ലെയർ ആയിട്ടല്ല, പല ലെയർ ആയിട്ടായിരിക്കും ഫോറസ്റ്റ് നിൽക്കുക. കുറെ കാടുകൾ, അങ്ങനെ പല ലെയറിലുള്ള കാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എവർഗ്രീൻ ഫോറസ്റ്റ് 60 മീറ്റർ വരെ പൊക്കമുള്ള ഫോറസ്റ്റ് കാണും. നമുക്ക് ഈബണി, ഈട്ടി, മഹാഗണി, റോസ്വുഡ്, റബ്ബർ, ചിഞ്ചോന, അങ്ങനെ പല തരത്തിലുള്ള വെജിറ്റേഷനും കാണപ്പെടും. ഓക്കെ, ഇനി നമുക്ക് കേരളത്തിന്റെ വെസ്റ്റേൺ ഘട്ട്സിലുള്ള പൊതുവേ നമ്മൾ കാണാം. ഇപ്പൊ കേരളത്തിന്റെ സത്യമംഗലം കാടുകളിലാണെങ്കിലും കേരളത്തിലെ സൈലന്റ് വാലി കാടുകളിലാണെങ്കിലും ഏത് കാട് ചെന്നാലും നമ്മൾ കാണുന്ന മൃഗങ്ങൾ ഏതൊക്കെയാ? നമുക്ക് ആന കാണാൻ പറ്റും, അതുപോലെ മങ്കി കാണാൻ പറ്റും, മങ്കിയുടെ വേറെ വെറൈറ്റീസ് കാണാൻ പറ്റും, ഡിയറിനെ കാണാൻ പറ്റും. റൈനോസറസ് എവിടെ മാത്രമേ ഉള്ളൂ? ഓക്കെ, റൈനോസറസ് നമുക്ക് ആസാമിലും വെസ്റ്റ് ബംഗാളിലും മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മ്യൂസിയങ്ങളിൽ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ കാണപ്പെടില്ല. ബാറ്റ്സ്, സ്ലോത്ത്സ്, സ്കോർപിയൻസ്, സ്നെയിൽസ് ഇതെല്ലാം എവർഗ്രീൻ കാണപ്പെടും, പൊതുവേ കേരളത്തിൽ കാണപ്പെടുന്നതാണ്. ഓക്കെ, അടുത്ത ഡെസിഡിയസ് ഫോറസ്റ്റ്, ഇല പൊഴിക്കുന്ന ഫോറസ്റ്റുകൾ. ഇതിൽ തന്നെ 2 തരമുണ്ട്, ഒന്ന് മോയിസ്റ്റും ഡ്രൈയും. അതായത് 200 വരെ മഴയുണ്ടെങ്കിൽ അത് എവർഗ്രീനാ. 200 സെന്റിമീറ്ററിനും 70 സെന്റിമീറ്ററിനും ഇടയിൽ മഴയുണ്ടെങ്കിൽ അത് ഡെസിഡിയസ്, ഇല പൊഴിക്കുന്ന ഡെസിഡിയസ് ഫോറസ്റ്റ്. എന്തിനാ ഇല പൊഴിക്കുന്ന ഈ ഫോറസ്റ്റുകൾ? ഇവർ സമ്മറിൽ എന്ത് ചെയ്യും? ഇല പൊഴിക്കും. ട്രീസ് ഷെഡ് ലീവ്സ് ഇൻ ഡ്രൈ സമ്മർ. എന്തിനു വേണ്ടിയിട്ടാ? കൺസർവ് ചെയ്യാൻ വേണ്ടി, വാട്ടർ കൺസർവ് ചെയ്യാൻ വേണ്ടി. മഴയില്ലാത്തപ്പോൾ വാട്ടർ കൺസർവ് ചെയ്യാൻ വേണ്ടി, ചൂടിനെ ഇതാക്കാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇല പൊഴിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ്, ഹിമാലയ, സെൻട്രൽ ഇന്ത്യ, വെസ്റ്റേൺ സ്ലോപ്സിലെല്ലാം ഇത് കാണപ്പെടുന്നുണ്ട്. അതായത് നല്ല മഴയില്ലാത്ത ബാക്കിയുള്ള ഏരിയയിൽ, ബാക്കി ഒട്ടുമിക്ക ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏതാണ്? ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. സോ നമുക്ക് അതിനെ മൺസൂൺ ഫോറസ്റ്റ് എന്ന് വിളിക്കാം. ഇന്ത്യയിൽ മൺസൂൺ ഉള്ള എല്ലായിടത്തും കാണപ്പെടുന്ന ഡെസിഡിയസ് ഫോറസ്റ്റാ. നല്ല മഴ കിട്ടുന്നിടത്ത്, 200 മുകളിൽ മഴ കിട്ടുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ എവർഗ്രീൻ ഫോറസ്റ്റ് കാണപ്പെടും. ശ്രദ്ധിക്കുക, 200 മുകളിൽ മഴയുണ്ടെങ്കിൽ എവർഗ്രീൻ, 200നും 70നും ഇടയിൽ മഴയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ട്രോപ്പിക്കൽ ഡെസിഡിയസ്. അതിൽ തന്നെ 200നും 100നും ഇടയിലാണ് ഈ മോയിസ്റ്റ് ഡെസിഡിയസ് എന്നും അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ഡെസിഡിയസ് എന്നും വിളിക്കും. 100 മുതൽ 70 സെന്റിമീറ്റർ വരെയാണെന്നുണ്ടെങ്കിൽ. മോയിസ്റ്റ് ഡെസിഡിയസിൽ നമ്മൾ തേക്ക്, സാല്, ശിശാം, അതുപോലെ സാൻഡൽവുഡ് കാണപ്പെടുന്നു. ഡ്രൈയിലും തേക്കും, സാലും, പീപ്പലും, നീമും കാണപ്പെടുന്നു. ആൽമരങ്ങളും അതുപോലെ നീമ്, ആര്യവേപ്പിന്റെ മരങ്ങളൊക്കെ കാണപ്പെടും. ഓക്കെ, ഇവിടെയാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ലയൺ കാണപ്പെടുന്നത് ഡെസിഡിയസ് ഫോറസ്റ്റിലാണ്. അതേതാ? അത് ഗിർ ഡെസിഡിയസ് ഫോറസ്റ്റിൽ. സോ ഈ ലയണിന്റെ ചോദ്യമാണ് വന്നിട്ടുള്ളത്. ലയൺ ഡെസിഡിയസ് ഫോറസ്റ്റിലാണ്. പിന്നെ ടൈഗർ, പിഗ്, എലിഫന്റ്, ബേർഡ്സ്, ലിസാർഡ്, സ്നേക്സ്, ടൊർട്ടോയ്സ് എല്ലാം കാണപ്പെടുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഡെസിഡിയസും എവർഗ്രീനും. അടുത്തത് തോൺ ഫോറസ്റ്റ്, കള്ളിമുൾ ചെടികളുള്ളത് എവിടെയായിരിക്കും? സ്വാഭാവികമായിട്ടും നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, മധ്യപ്രദേശ്, യുപി ഏരിയ. ആ ഏരിയയാണ് വിളിക്കുന്ന പേരെന്താ? താർ മരുഭൂമിയുടെ ഏരിയയിലാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. 70 സെന്റിമീറ്ററിലും താഴെ ആയിരിക്കും അവിടെ മഴ. വളരെ ഹോട്ടും ചൂട് കൂടുതലും മഴയില്ലാത്ത, ഡ്രൈ എന്ന് വെച്ചാൽ മഴയില്ലാത്ത അവസ്ഥയായിരിക്കും. തോണി ട്രീസ്, കള്ളി മുള്ളു പോലെയുള്ള മരങ്ങൾ, മുള്ളുള്ള മരങ്ങള്, ലോങ് റൂട്ട്സ്, ആഴത്തിലുള്ള വേരുകള്, സക്യുലന്റ് ആയിട്ടുള്ള സ്റ്റെംസ് എല്ലാം ഇത് നല്ലോണം വലിച്ചെടുക്കാൻ കഴിവുള്ള, വെള്ളത്തിന് നല്ലോണം വലിച്ചെടുക്കാൻ കഴിവുള്ള മരങ്ങളാണ് കാണപ്പെടുന്നത്. സീറോ ഫൈറ്റിംഗ് എന്ന് വിളിക്കും. എന്താണ് സീറോ ഫൈറ്റിംഗ്? എക്സ്ട്രീം കണ്ടീഷൻ, വെള്ളമില്ലാത്ത കണ്ടീഷനിലും ജീവിക്കാൻ പറ്റുന്ന പ്ലാന്റ്സിനാണ് സെറോഫൈറ്റിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കാൻ പറ്റുന്നത്. അവിടെ നമ്മൾ കാണപ്പെടുന്നത് അക്വേഷ്യ, അതുപോലെ പാംസ്, യൂഫോർബിയ, കാക്ടസ്, ഖെജിരി, ഇവരൊക്കെയാണ് അവിടെ കാണപ്പെടുന്നത്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക ഏതൊക്കെ മരങ്ങളാണ്. അക്വേഷ്യ, വെള്ളം കുറവ് വേണ്ട. പാം എന്ന് പറയുമ്പോൾ ഈത്തപ്പനൊക്കെ നമ്മൾ കാണുന്ന എവിടെയാ? ഈത്തപ്പനകളെ കാണുന്ന എവിടെയാ? ഡെസേർട്ടിലല്ലേ? അത്.
പിന്നെ ചെറിയ ചെറിയ ജീവികൾ മെയിൻ ആയിട്ട് കാണുന്നത് റാറ്റ്സ്, റാബിറ്റ്സ്, ഫോക്സ്, പിന്നെ ലയൺ, ടൈഗർ ഒക്കെ കുറച്ച് സ്ഥലങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഹോഴ്സസ്, ക്യാമൽസ് എല്ലാം ആണ് അവിടെ കാണപ്പെടുന്നത്. അടുത്ത മൗണ്ടൈൻ ഫോറസ്റ്റ് മെയിൻ ആയിട്ട് എവിടെയാ? ഹിമാലയ റീജിയനിലും വെസ്റ്റേൺ ഗട്ട്സ് റീജിയനിലും ഉള്ളൂ. അത് ഈ ഉയരം കൂടുന്തോറും പല രീതിയിലുണ്ട്. ഏറ്റവും ഉയരം കൂടുതലുള്ളിടത്ത് എന്തായിരിക്കും? ഏറ്റവും ഉയരം കൂടുമ്പോൾ ആൽപൈൻ ഫോറസ്റ്റ് ആയിരിക്കും. അതായത് ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുന്ന ഫോറസ്റ്റ് ആയിരിക്കും ഏറ്റവും ഉയരം കൂടുതലുള്ളിടത്ത്. ഹിമാലയത്തിന്റെ ഒക്കെ മുകളിൽ കയറി അങ്ങനെയല്ലേ. പിന്നെ തൊട്ട് മുകളിൽ ഇതൊരു 3-3.5 കിലോമീറ്റർ വരെയൊക്കെ പൊക്കാണെങ്കിൽ അങ്ങനത്തെ മരങ്ങൾ മാത്രമേ കാണുള്ളൂ. കുറച്ചുകൂടെ താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കോണിഫറസ് ആയിട്ടുള്ള പൈൻ, ദിയോദർ, ദേവദാരു, ഫിർ, സെഡാർ എന്നെല്ലാം പറയുന്ന ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുന്ന മരങ്ങൾ. കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോൾ പിന്നെ സാധാ ഓക്കും ചെസൽനട്ടൊക്കെ കാണും. ഒരു 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ, 1000 മീറ്ററിന്റെ ഉള്ളിൽ. സോ ഉയരം കൂട്ടുന്നതോറും എന്ത് ചെയ്യും? ഈ മൗണ്ടൈൻ ഫോറസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും മുകളിൽ പായലുകൾ മാത്രമേ കാണുള്ളൂ. മോസസ് ലൈക്കൻസ് ഒക്കെ കാണുള്ളൂ. ഓക്കെ. സോ ട്രോപ്പിക്കൽ, ആൽപൈൻ, തുന്ദ്ര. ഏറ്റവും മുകളിൽ തുന്ദ്ര ആയിരിക്കും, ഫ്രോസൺ ആയിരിക്കും. അതിന്റെ താഴെ ആൽപൈൻ ആയിരിക്കും, അതായത് ക്രിസ്മസ് ട്രീ പോലുള്ളതായിരിക്കും. അതിന്റെ താഴെ ടെമ്പറേറ്റ് ആയിരിക്കും. അതിന്റെ താഴെ കൊടും കാടുകളായിരിക്കും. ഭയങ്കര കാട് പിടിച്ച ഏരിയ ആയിരിക്കും, എവർഗ്രീൻ ഏരിയ ആയിരിക്കും. ഓക്കെ. ഓക്ക്, ചെസ്റ്റ്നട്ട്, പൈൻ, ദിയോദർ, ഫിർ, സ്പ്രൂസ്, ജുനിപ്പർ, ബിർച്ച്, ഇവരൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കാം, അറിയാൻ പറ്റും ഇത് എങ്ങനത്തെ മരങ്ങളാണ്. ബാക്കി നല്ല തണുപ്പത്ത് ജീവിക്കുന്ന കശ്മീരി സ്റ്റാഗ്, നമ്മുടെ മ്ലാവ് പോലുള്ള ജീവികളാണ്. ടിബറ്റൻ ആന്റലോപ്പ്, യാക്ക്, ജാക്ക് റാബിറ്റ്, ലിയോപാഡ്, ഐബെക്സ്, റെഡ് പാൻഡ, സ്നോ ലിയോപാഡ് ഒക്കെയാണ് അവിടെ കാണപ്പെടുന്നത്. നല്ല തണുപ്പത്ത് ജീവിക്കുന്ന ജീവികളാണ് ഇവിടെ കാണപ്പെടുന്നത്. മൗണ്ടൈനേഴ്സ് ആയിട്ടുള്ള തണുപ്പുള്ള ഏരിയയിൽ കാണപ്പെടുന്ന ജീവികളാണ് അവിടെ കാണപ്പെടുന്നത്. അടുത്തത് മാംഗ്രൂവ് ഫോറസ്റ്റ്. മാംഗ്രൂവ് എവിടെ? ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ കോസ്റ്റൽ റീജിയനിലാണ് പൊതുവേ മാംഗ്രൂവ്സ് കാണപ്പെടുന്നത്. ഏറ്റവും വലിയ മാംഗ്രൂവ് റീജിയൻ ഇന്ത്യയിൽ ഏതാണ്? സുന്ദർബൻസ് ആണ്. അത് ഗംഗാ യമുത്ര ഏരിയയിലാണ്. മഹാനദി, കാവേരി, ഗോദാവരി എല്ലാ ഏരിയയിലും ഈ പറയുന്ന പോലെ മാംഗ്രൂവ്സ് ഉണ്ട്. കണ്ടൽ കാടുകളാണ് ബേസിക്കലി. കോസ്റ്റൽ അല്ലെങ്കിൽ ടൈഡൽ ഏരിയയിൽ സലൈൻ, ഉപ്പുരസം ഉള്ളതും നല്ല ചെളി പിടിച്ചിരിക്കുന്ന ഏരിയ ആണിത്. ഡെൻസ് ഏരിയൽ റൂട്ട്സ്, ഒരുപാട് ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്ന റൂട്ട്സ് ആണ്. സോൾട്ട് ടോളറന്റ് ആണ്. നമ്മൾ ഹാലോഫൈറ്റ് എന്ന് വിളിക്കും. ഹാലോഫൈറ്റ്, സെറോഫൈറ്റ് എന്ന് വിളിച്ച പോലെ ഹാലോഫൈറ്റ് എന്ന് വിളിക്കും. സുന്ദരി എന്ന് പറയുന്ന കണ്ടൽ കാടുകളാണ് സുന്ദർബൻസിലുള്ളത്. സുന്ദരി വനം, സുന്ദർബൻസ് എന്ന് വിളിക്കാനുള്ള കാരണം അത് തന്നെയാണ്. കോക്കനട്ട്, കിയോര, അഗാർ, പാം എല്ലാം അവിടെ കാണപ്പെടുന്നുണ്ട്. റോയൽ ബംഗാൾ ടൈഗർ, സുന്ദരി വനം, സുന്ദർബൻസ്. സുന്ദർബൻസിലുള്ള മരങ്ങളാണ് സുന്ദരി മരങ്ങൾ. അവിടെയുള്ള മെയിൻ പ്രഡേറ്റർ ആണ് ആര്? റോയൽ ബംഗാൾ ടൈഗർ. ക്രൊക്കഡൈൽസും, ഗരിയൽസും, ടേർട്ടിൽസും, സ്നേക്സ് എല്ലാം അവിടെ കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ 5 തരം ഫോറസ്റ്റ് ആണ് മെയിൻ ആയിട്ട് ഇന്ത്യയിലുള്ളത്. സോ നമ്മൾ പറഞ്ഞു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാ നോർത്ത് ഈസ്റ്റേൺ ഏരിയയിൽ മൊണ്ടൈൻ ഫോറസ്റ്റ്, മൊണ്ടൈൻ സോയിലുള്ള ഏരിയയിൽ അത്. താഴെ വന്നു നല്ല മഴയുള്ള സ്ഥലത്ത് ഏതാണ്? എവർഗ്രീൻ ഫോറസ്റ്റ് നമ്മൾ പറഞ്ഞു. നോർത്ത് ഈസ്റ്റേൺ ഏരിയയിലും കേരളത്തിലെല്ലാം എവർഗ്രീൻ ഫോറസ്റ്റ്. അടുത്തത് ദാ ഈ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ ബാക്കിയുള്ള എല്ലാ ഏരിയയിലും മൺസൂൺ ഫോറസ്റ്റ് ആണ്. മൺസൂൺ ഫോറസ്റ്റ്. താർ ഏരിയയിൽ ഏതാണ്? താറിന്റെ ഏരിയയിൽ മാത്രം നമുക്ക് തോൺ ഫോറസ്റ്റ് കാണപ്പെടും. തോൺ ഫോറസ്റ്റ്, കള്ളിമുള്ളുള്ള ഫോറസ്റ്റ്. ഓക്കെ. സോ ഗിർ ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് ഉള്ളത് എവിടെയാ? അത് ഗുജറാത്തിലാണ്. ഓക്കെ. അടുത്തത് സ്പൈനി ഫോറസ്റ്റ് അല്ലെങ്കിൽ തോൺ ഫോറസ്റ്റ് കാണപ്പെടുന്ന എവിടെയാ? രാജസ്ഥാനിലാണ്. ഇപ്പൊ ഭയങ്കര എളുപ്പമായില്ലേ? ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമായില്ലേ? അടുത്തത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ദ സൈലന്റ് വാലി ഓഫ്. നമുക്കിത് ഭയങ്കര എളുപ്പമാണ്. ഈ ചോദ്യം ഒരു മലയാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പ. സൈലന്റ് വാലി എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് കേരളത്തിലാണ്. പക്ഷെ അങ്ങനെ പഠിച്ചാൽ മതിയോ? അങ്ങനെ പഠിച്ചാൽ പോരാ. ഇത് നമുക്കൊരു ലോട്ടറി അടിച്ചതല്ലേ. ഇതുപോലെ ഇന്ത്യയിൽ വേറെ എവിടെയൊക്കെ എവർഗ്രീൻ ഉണ്ടെന്ന് അറിയണം. ഈ എവർഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമല്ലേ. എവർഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാണ്. കാര്യം എന്താ? നല്ല മഴ ഉണ്ടെങ്കിൽ മാത്രമേ, വെറ്റും ഡ്രൈയും ആണെങ്കിൽ മാത്രമേ, അത്യാവശ്യം വാമും ആയിരിക്കണം, അതുപോലെ അത്യാവശ്യം വെറ്റും ആയിരിക്കണം. മഴയും വേണം, ചൂടും വേണം. എന്നാൽ മാത്രമേ നിത്യഹരിത വനങ്ങൾ ഉണ്ടാവുള്ളൂ. സോ അങ്ങനെയുള്ള ഇന്ത്യയിലെ സ്ഥലങ്ങൾ ഒന്ന് വെസ്റ്റേൺ ഗട്ട്സിലെ സൈലന്റ് വാലി, അഗസ്ത്യമല കേരളത്തില്, കർണാടകയിലെ ഉത്തര കന്നഡ ശരാവതി വാലി ഏരിയയില്, തമിഴ്നാടുവിൽ നീലഗിരി, ആനമലൈ ഹിൽസിന്റെ ഭാഗത്ത്. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ആസാം, മേഘാലയ, നാഗാലാൻഡ്, മിസോറാം ഏരിയയിൽ. മേഘാലയ തന്നെ ഗാരോ, ഗാസി, ജയന്തിയ ഏരിയയിലാണ്. അതുപോലെ ആസാമിൽ അപ്പർ ആസാം റീജിയനിലാണ്. ഓക്കെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ബർത്താങ് ഐലൻഡ്സ്, പൊതുവെ എല്ലാ ഐലൻഡ്സിലും കാണപ്പെടുന്നുണ്ട്. ബർത്താങ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈസ്റ്റേൺ ഹിമാലയാസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിന്റെ ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും കാണപ്പെടുന്നുണ്ട്. വെസ്റ്റേൺ കോസ്റ്റ് പ്ലെയിൻ, ഗോവ, മഹാരാഷ്ട്രയിൽ, കൊങ്കൺ, മലബാർ റീജിയനിൽ കാണപ്പെടുന്നുണ്ട്. ഇതിൽ പ്രത്യേകം ഓർത്തു വയ്ക്കേണ്ട പേരുകളാണ് ഒന്ന് സൈലന്റ് വാലി, അഗസ്ത്യമല, ശരവതി, നീലഗിരി, ഗാരോ, ഖാസി, ജയന്തിയ, ബർത്താങ്. ഈ പേരുകളൊന്ന് പ്രത്യേകം ഓർത്തു വയ്ക്കുക. ഇതിൽ ഏത് വന്നാലും എവർഗ്രീൻ ഫോറസ്റ്റ് ആണെന്ന് ഓർത്തു വയ്ക്കുക. ബാക്കി ഞാനിവിടെ ഫീച്ചേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ. നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ. സോ ആ ക്വസ്റ്റിന്റെ ആൻസർ സ്വാഭാവികമായിട്ടും കേരളമാണ്. രാജസ്ഥാനിൽ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് ഇവിടെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല പറയാണ്, തോൺ അല്ലെങ്കിൽ സ്പൈനി ഫോറസ്റ്റ് ആണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. മേഘാലയയിൽ എവർഗ്രീൻ ഫോറസ്റ്റ് കാണപ്പെടുന്നുണ്ട്. എവർഗ്രീൻ.
ഓക്കെ, ഡൽഹിയിൽ അങ്ങനെ ഫോറസ്റ്റ് എന്നുള്ള ഏരിയ അല്ല. ആരവല്ലിയുടെ അറ്റമാണ് ഡൽഹി. ആരവല്ലി മൗണ്ടെയിൻസിന്റെ ഒരു അറ്റമാണ് ഡൽഹി റിഡ്ജ് എന്ന് പറയുന്ന മൗണ്ടനസ് ആയിട്ടുള്ള ഏരിയ. ഓക്കെ, അത്രയാണ് നമുക്ക് ഫോറസ്റ്റിൽ ഉണ്ടായത്. ഇനി നമ്മൾ നേരെ ചാടാൻ പോകുന്നു അഗ്രികൾച്ചറിലേക്ക്. അടുത്ത ടോപ്പിക് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ നമുക്ക് നോക്കാനുള്ള ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? നമ്മൾ GK ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. എം എസ് സ്വാമിനാഥൻ എന്ന് പഠിക്കുന്നതാണ്. ഓക്കെ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥനാണ്. സോ നമുക്ക് അതുപോലുള്ള കാര്യങ്ങൾ നോക്കണം. ബ്ലാക്ക് റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് നോക്കണം. അത് കോളുമായിട്ടാണോ, റോസുമായിട്ടാണോ, പെട്രോളിയം ആണോ, അതുപോലെ ബ്ലാക്ക് ഗ്രേപ്സ് ആണോ? എല്ലാം കറുത്തിരിക്കുന്ന സാധനങ്ങളാണ്. സോ നമുക്ക് നോക്കാം. ഗ്രീൻ റെവല്യൂഷൻ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ, അതായത് റൈസിനും വീറ്റിനും വേണ്ടി മേജർ ആയിട്ട് ഉണ്ടാക്കിയതാണ്. റൈസ്, വീറ്റ് ഇന്ത്യയില് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ ഇന്ത്യക്കാർ സെൽഫ് സഫിഷ്യന്റ് ആവാൻ വേണ്ടി, സ്വയം പര്യാപ്തരാവാൻ വേണ്ടി ഡോക്ടർ MS സ്വാമിനാഥന്റെ കീഴിൽ നമ്മൾ തുടങ്ങിയതാണ് ഇത് ഗ്രീൻ റെവല്യൂഷൻ. വൈറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയുള്ളതാണ്. മലയാളി ആയിട്ടുള്ള വർഗീസ് കുര്യൻ അദ്ദേഹം തുടങ്ങിയതാണ്. അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന അമൂൽ എന്ന് പറയുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി. കർഷകർ കൂടി നടത്തുന്നതാണ്. അതിന് മുതലാളിമാർ പൊതുവെ കർഷകർ തന്നെയാണ്. അടുത്ത ബ്ലൂ റെവല്യൂഷൻ അല്ലെങ്കിൽ നീൽ ക്രാന്തി ഫിഷ് ആൻഡ് അക്വാകൾച്ചർ ആണ് അരുൺ കൃഷ്ണൻ ആൻഡ് ഹരിലാൽ ചൗധരി. യെല്ലോ റെവല്യൂഷൻ ഓയിൽ സീഡ്സിന് വേണ്ടിയുള്ളതാണ്. മസ്റ്റാർഡിനും സൺഫ്ലവറിനുള്ളതാണ് സാം പിത്രോഡ. ഗോൾഡൻ റെവല്യൂഷൻ ഫ്രൂട്ട്സ്, ഹണി, ഹോർട്ടിക്കൾച്ചറിന് വേണ്ടിയുള്ളതാണ് നിർപങ് തുറ്റേജ്. ഇതിലൊരു കാര്യമുണ്ട്, എല്ലാവരും ഫാദേഴ്സ് അല്ല, ചിലവർ അതിന്റെ ആതിഥേയരാണ്. മീൻസ് അത് പൈനിയർ ചെയ്ത ആൾക്കാരാണ്. ആദ്യമായിട്ട് അതിനെ ബൂസ്റ്റ് ചെയ്ത് അഡ്വർടൈസ് ചെയ്ത് എല്ലാവരെയും അറിയിച്ച് അതിന്റെ ഒരു ആവശ്യം അറിയിച്ച് അതിന്റെ പുറകെ മെനക്കെട്ട് നടന്നവരും ആയിരിക്കാം. എല്ലാവരും ഫാദർ എന്ന് അറിയപ്പെടുന്നുണ്ടാവണം നിർബന്ധമില്ല. അത് ഞാൻ ഫാദർ അല്ലെങ്കിൽ പൈനിയർ എന്ന് ഇട്ടേക്കുന്നത്. ഇതിനിടയിൽ നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്യരുത്. ഉദ്ദേശിക്കുന്നത് ഇവരാണ് ഇതിന് ആതിഥേയത്വം വഹിച്ചത്, ഇവരാണ് അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത്, അതാണ് കൊടുത്തിട്ടുള്ളത്. സിൽക്ക് റെവല്യൂഷൻ എന്ന് പറയുന്ന എഗ് പ്രൊഡക്ഷനും പൗൾട്രിക്കും വേണ്ടിയാണ്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ കീഴിലാണ്. BV റാവു ആണ് അത് മുൻകൈ എടുത്ത് ചെയ്തത്. റെഡ് റെവല്യൂഷൻ മീറ്റ് ആൻഡ് ടൊമാറ്റോ, വിശാൽ തിവാരി. പിങ്ക് റെവല്യൂഷൻ ഒനിയൻ, ഫാർമസ്യൂട്ടിക്കൽസ്, പ്രോൺസ് ആൻഡ് മീറ്റ് പ്രോസസിംഗ്, ദുർഗേഷ് പട്ടേൽ. ഗ്രേ റെവല്യൂഷൻ ഫെർട്ടിലൈസർ. ബ്ലാക്ക് റെവല്യൂഷൻ ക്രൂഡ് ഓയിലും ആയിട്ട് ബന്ധപ്പെട്ടതെല്ലാം ബ്ലാക്ക് റെവല്യൂഷനിൽ വരും. ഗോൾഡൻ ഫൈബർ റെവല്യൂഷൻ ജൂട്ടിനാണ് നമ്മൾ ഗോൾഡൻ ഫൈബർ എന്ന് വിളിക്കുന്നത്. ജൂട്ട് ഈസ് ഈക്വൽ ടു ഗോൾഡൻ ഫൈബർ, ഓർത്ത് വയ്ക്കാം. സിൽവർ ഫൈബർ എന്ന് വിളിക്കുന്നത് കോട്ടനെയാണ്. എവർഗ്രീൻ റെവല്യൂഷൻ നമ്മുടെ ഈ MS സ്വാമിനാഥന്റെ കീഴിലുള്ള ഫുഡ് ഗ്രീൻ റെവല്യൂഷന്റെ തുടർച്ചയായിട്ട് തുടങ്ങിയ സാധനമാണ് ഒരു എവർഗ്രീൻ റെവല്യൂഷൻ. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഇനിയുള്ള തലമുറയ്ക്കും വേണ്ടിയിട്ട് ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാതെ, ഒരുപാട് കീടങ്ങളെ കൊന്നു കളയാതെ നമ്മൾ സ്വയം പര്യാപ്തതയുടെ കൂടെ തന്നെ സുസ്ഥിരമായിട്ടുള്ള വികസനമായിരിക്കണം വേണ്ടത് എന്ന് പറഞ്ഞിട്ട് MS സ്വാമിനാഥന്റെ കീഴിൽ തന്നെ വന്ന സാധനമാണ് ഇത് എവർഗ്രീൻ റെവല്യൂഷൻ. അതിനുശേഷം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കീഴിൽ അരുൺ ജെയ്റ്റ്ലിയുടെ കീഴിൽ വന്നതാണ് എയിം ഫോർ ഹയർ പ്രൊഡക്ഷൻ ഇൻ പ്രോട്ടീൻ റെവല്യൂഷൻ. സോ പ്രോട്ടീൻ റെവല്യൂഷൻ ഹയർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിരുന്നു. അതായത് സെക്കൻഡ് ഗ്രീൻ റെവല്യൂഷൻ എന്നും കൂടെ അറിയപ്പെടുന്നതാണ് പ്രോട്ടീൻ റെവല്യൂഷൻ. ഓക്കെ, അതിനെ ചുക്കാൻ പിടിച്ച രണ്ടാൾക്കാർ നമ്മുടെ പ്രധാനമന്ത്രിയും അതുവരെ അതിന് മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള അരുൺ ജെയ്റ്റ്ലിയാണ്. ഓക്കെ, സോ ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ MS സ്വാമിനാഥൻ. ബ്ലാക്ക് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പെട്രോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കോളല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കാരിഫ് ക്രോപ്പ്? സോ നമ്മൾ ഇത്രയും നോക്കി കഴിഞ്ഞു. അതായത് ഈ ഒരു ടേബിളിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. ഈ ടേബിൾ പഠിക്കുക. ഇനി നമുക്ക് പലതരം ക്രോപ്പുകളാണ് നോക്കേണ്ടത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ്. അതിൽ തന്നെ ഖാരിഫും കാണും അല്ലെങ്കിൽ റാബിയും കാണും. ഖാരിഫ് ആൻഡ് റാബി രണ്ട് തരം ക്രോപ്പുകളുണ്ട്. എന്താണ് ഇവർ തമ്മിലുള്ള വേഴ്സസ് ഖാരിഫ് വേഴ്സസ് റാബി ഇവർ തമ്മിലുള്ള വ്യത്യാസം നോക്കണം. ഇതിൽ ആരാണ് ഖാരിഫ് ആരാണ് റാബി എന്നൊരു ഐഡിയ വേണം. ഇവിടെ ഏതോ ഒരാള് ഖാരിഫാണ്, ബാക്കി എല്ലാവരും റാബിയാണ്. നമുക്ക് നോക്കാം. ഖാരിഫ്, റാബി, സെയ്ദ് അങ്ങനെ 3 തരം ക്രോപ്പുകളാണ് ഉള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താ? മഴയുണ്ടെങ്കിൽ ബിഗിനിങ് ഓഫ് മൺസൂൺ, റെയിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മൺസൂൺ റെയിൻസിനെ, സോ മൺസൂൺ മഴയിൽ വളരുന്നതാണ് ഖാരിഫ്. സോ ഈ ക്രൈറ്റീരിയയുടെ അല്ലെങ്കിൽ ഈ ക്ലാസിഫിക്കേഷന്റെ മാനദണ്ഡം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റെയിൻ മൺസൂണിന്റെ സമയത്തുള്ളത് ഖാരിഫ്, മൺസൂൺ ഇല്ലാത്ത സമയത്ത് മൺസൂണ് ശേഷമുള്ളത്, മൺസൂൺ കുറയുമ്പോൾ പൊതുവേ റെയിൻ കുറയുമ്പോൾ മൺസൂൺ കുറയുമ്പോൾ ഉള്ളത് റാബിയുമാണ്. ഇതിന്റെ ഇടയിൽ സെയ്ദ്. ആ ഒരു സാധനങ്ങൾ തലയിലേക്ക് കയറ്റിക്കോളൂ. ഇനി നോക്കുക ക്രോപ്പ് ഏതൊക്കെ? റൈസ്, മെയ്സ്, ജോവാർ, ബാജറ, കോക്കനട്ട്, ഗ്രൗണ്ട് നട്ട്, പൾസസ്, ഷുഗർ കെയിൻ, സോയാബീൻ. അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് ഓർത്ത് വയ്ക്കുക റൈസും ഷുഗർ കെയിനും
കോട്ടനുമാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. പിന്നെ ഗ്രൗണ്ട് നട്ട് ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന 4 പേര് ഇവർ ഓർത്തു വയ്ക്കുക. ഇപ്പുറത്ത് വീറ്റ്, ബാർലി, മസ്റ്റാർഡ്, അതുപോലെ തന്നെ ഓയിൽ സീഡ്. ഈ 4നും ഇവിടെ മെയിൻ ആയിട്ട് ഓർത്തു വയ്ക്കുക. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഓർത്ത് വെച്ചാൽ മതി. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് സെയ്ദ് മെയിൻ ആയിട്ട്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഖാരീഫ് ക്രോപ്പ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്തെടുത്ത് കളയാൻ പറ്റും? ആദ്യം തന്നെ വീറ്റ് എടുത്ത് കളയാൻ പറ്റണം. വീറ്റ് എടുത്ത് കളഞ്ഞു. ഓനിയൻ ആണോ മില്ലറ്റ് ആണോ മെയ്സ് ആണോ? അപ്പൊ നമ്മൾ നോക്കാം. മെയ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ രണ്ടാമത് എഴുതിയേക്കുന്ന സാധനമാണ് മെയ്സ്. സോ മെയ്സ് ടിക്കട. മെയ്സ് ആണ് ഏത്? മെയ്സ് ആണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഖാരിഫ് ക്രോപ്പ് എന്ന് ഓർക്കുക. ഓക്കെ. സോ ഇനി വെറ്റ് ആൻഡ് വാം ആയിരിക്കണം. അതായത് മഴ വേണം. ഇവിടെ മഴ വേണ്ട, കൂൾ ആൻഡ് ഡ്രൈ മതി. ഇവിടെ ഇതിന് രണ്ടിനും ഇടയിലായിരിക്കണം. കാര്യം നമ്മൾ അതല്ലാതെ തന്നെ വെള്ളം കൊടുക്കുന്നുണ്ട്. മോട്ടർ അടിച്ച് വെള്ളം കൊടുത്താൽ മതി. ഇവിടെ ഇറിഗേഷൻ ആണ് വേണ്ടത്. ഓക്കെ. വൈഡ്ലി അക്രോസ് ഇന്ത്യ. ഇത് നോർത്തിലാണ് മെയിൻ ആയിട്ട്. റാബി എന്ന് പറയുന്നത് നോർത്തിലാണ് മെയിൻ ആയിട്ടുള്ളത്. വീറ്റ് നിങ്ങൾക്ക് അറിയാം സൗത്തിൽ അത്യാവശ്യം കുറവുള്ള സാധനമാണ്. മെയിൻ ആയിട്ട് നോർത്തിലുള്ളതാണ്. ഓക്കെ. ഈ ഒരു ഡിവിഷനും ഓർത്തു വയ്ക്കുക. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഓർത്തു വയ്ക്കേണ്ടത്. മൺസൂണിന്റെ സമയത്ത് ഖാരിഫ്, മൺസൂണിന് ശേഷം വെസ്റ്റേൺ ഡിസ്റ്റർബൻസിന്റെ ഒരു ഗുണം കിട്ടുന്നത് ആർക്കാണ്? റാബിക്കാണ്. പിന്നെ ഈ പറയുന്ന ആൾക്കാരെ ഓർത്തു വയ്ക്കുക. ക്രോപ്സിനെ ഓർത്തു വയ്ക്കുക. അങ്ങനെ ആയിരിക്കും ചോദ്യം ചോദിക്കുക. ഓക്കെ. അടുത്തത് വിച്ച് ഇസ് ദ അനദർ നെയിം ഓഫ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അതായത് ക്രോപ്പിംഗ് ആണ്. ഇന്ത്യയിലെ കൾട്ടിവേഷനെ പറ്റിയാണ് അടുത്ത ചോദ്യം. കൾട്ടിവേഷൻ എന്താണ്? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? സംഭവം എന്താണ്? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറിൽ എന്ന സാധനമാണ്. സബ്സിസ്റ്റൻസോ എന്ത് സാധനം? അതായത് അവരവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ക്രോപ്പാണ്. അതായത് വിൽക്കാൻ വേണ്ടിയല്ല, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയല്ല, വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടല്ല, എക്കണോമിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടല്ല, പകരം സ്വന്തം ഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സബ്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ പുരാതനമായിട്ടുള്ള പുരാതനമായിട്ടുള്ള കൾച്ചറാണ് ഏത്? ഷിഫ്റ്റിംഗ് കൾച്ചർ. അത് നമ്മൾ സ്ലാഷ് ആൻഡ് ബേൺ എന്ന് വിളിക്കും. കാര്യം ഒരു സ്ഥലത്ത് വരുന്നു, അവിടെയുള്ള എല്ലാ മരങ്ങളെയും വെട്ടി നശിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ ഇട്ട് കത്തിക്കുന്നു. അതിന്റെ വളത്തിൽ എന്ത് ചെയ്യുന്നു? അവിടെ കൃഷി ചെയ്യുന്നു. അതിനുശേഷം അടുത്ത സ്ഥലത്ത് പോകുന്നു. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിവിടെ വരുമ്പോൾ വീണ്ടും ഇവിടെ മരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതിനെ വെട്ടി വീണ്ടും അങ്ങനെ ഒരു സൈക്ലിക്കലായിട്ട് ഷിഫ്റ്റിംഗ് ഓരോ ഷിഫ്റ്റ് ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന, കാടുകളെല്ലാം വെട്ടി നിർത്തി കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പരിപാടിയാണ് ഈ ഏത്? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ. അതിന് പൊതുവേ കാണപ്പെടുന്ന ഒരു പേരാണ് ജൂം കൾട്ടിവേഷൻ. നോർത്ത് ഈസ്റ്റിലാണ് മെയിൻ ആയിട്ടുള്ളത്. പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും അത്യാവശ്യം ട്രൈബ്സ് ഇപ്പോഴും ഉള്ള നോർത്ത് ഈസ്റ്റിലല്ലേ. അതുകൊണ്ട് നോർത്ത് ഈസ്റ്റിലാണ് മെയിൻ ആയിട്ട് കാണുന്നത്. പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. മണിപ്പൂരിൽ പംലാവ്, ഛത്തീസ്ഗഡ് ആൻഡമാൻ നിക്കോബാറിൽ ദിപ്പ, മധ്യപ്രദേശിൽ ബേവാർ അല്ലെങ്കിൽ ദഹിയ, ആന്ധ്രാപ്രദേശിൽ പോതു, ഹിമാലയൻ ബെൽറ്റിൽ ഖില്ല്, ജാർഖണ്ഡിൽ കുറുവ, വെസ്റ്റേൺ ഗട്ട്സിൽ കുമാരി. അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും, ലോകത്ത് മറ്റു സ്ഥലങ്ങളിലും ഈ പറഞ്ഞ സെയിം ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കുക. മിൽപ്പ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കി വെക്കുക. ബാക്കിയും ഇന്തോനേഷ്യയിൽ ലദാങ്, കൊനുക്കോ വെനിസ്വേല, റോക്ക ഇൻ ബ്രസീൽ, മസൂൾ ഇൻ സെൻട്രൽ ഏഷ്യ, റേ ഇൻ വിയറ്റ്നാം. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂമിനാണ്. നമ്മൾ അനദർ നെയിം ഓഫ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഏതാണ്? ജൂം കൾട്ടിവേഷൻ ആണ്. നോർത്ത് ഈസ്റ്റിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനെ വിളിക്കുന്ന പേര് ജൂം എന്നാണ്. NCERT എന്നുള്ള നേരിട്ടുള്ള ചോദ്യമാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്ലാന്റിംഗ് ക്രോപ്പ്. പ്ലാന്റേഷൻ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ടീ എസ്റ്റേറ്റ്. നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ടീ എസ്റ്റേറ്റ് ഇട്ടിട്ടുണ്ട്, കോഫി എസ്റ്റേറ്റ് ഇട്ടിട്ടുണ്ട്, കാഷ്യൂ എസ്റ്റേറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ കാഷ്യൂവിന്റെ പ്ലാന്റേഷൻ കേട്ടിട്ടുണ്ട്. കൊല്ലം ഭാഗത്തൊക്കെ ഒരുപാട് പ്ലാന്റേഷൻസ് ഉണ്ട്. കൊല്ലം, കാസർഗോഡൊക്കെ ഒരുപാട് കാഷ്യൂ പ്ലാന്റേഷൻസ് ഉണ്ട്. കോഫി ആൻഡ് ടീ പ്ലാന്റേഷൻ ഇടുക്കി, വയനാട് ഏരിയയിൽ ഒരുപാട് കോഫി ടീ പ്ലാന്റേഷൻസ് ഉണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും മില്ലറ്റ് പ്ലാന്റേഷൻ, മില്ലറ്റ് എസ്റ്റേറ്റ് കേട്ടിട്ടുണ്ടോ? ഇല്ല. സോ മില്ലറ്റ് ഒരു പ്ലാന്റേഷൻ ക്രോപ്പ് അല്ല, പ്ലാന്റിംഗ് ക്രോപ്പ് അല്ല ഉദ്ദേശിച്ചത്. ഒരു പ്ലാന്റേഷൻ ക്രോപ്പ് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ. പിന്നെ ഒരു എക്സാമ്പിൾ ആണ് റബ്ബർ. ഓക്കെ. തോട്ടം, വലിയ വലിയ തോട്ടങ്ങളുള്ളത്. നമുക്ക് എന്താ ഉള്ളത്? തേയിലത്തോട്ടം ഉണ്ട്, നമുക്ക് കാപ്പിത്തോട്ടം ഉണ്ട്, നമുക്ക് റബ്ബർ തോട്ടം ഉണ്ട്. നമ്മൾ മില്ലറ്റ് തോട്ടം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, പൊതുവെ ഉണ്ടാവാറില്ല. ഓക്കെ. സോ അതാണ് എന്റെ ആൻസർ. അടുത്ത ഡാഷ് ദ പ്ലാന്റേഷൻ ക്രോപ്പ്. ടീ ഒരു പ്ലാന്റേഷൻ ക്രോപ്പ് ആണ്. റൈസിനും വീറ്റും ഗ്രൗണ്ട് നട്ടൊന്നും എന്തല്ല പ്ലാന്റേഷൻ ക്രോപ്പ് അല്ല. ഓക്കെ. മെയിൻ ആയിട്ടുള്ള ഉദാഹരണങ്ങൾ ടീയും അതുപോലെ തന്നെ കോഫിയും അതുപോലെ തന്നെ റബ്ബറും ആണ് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ്. ഓക്കെ.
നോക്കിക്കോളൂ, പ്ലാന്റേഷൻ ഫാമിംഗ് ലാർജ് എസ്റ്റേറ്റ് ആയിരിക്കും, വലിയ വലിയ തോട്ടങ്ങളായിരിക്കും, സിംഗിൾ ക്രോപ്പ് ആയിരിക്കും, സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നസ്രാണി സിനിമയൊക്കെ കാണുമ്പോൾ കാണാറില്ലേ, മറ്റേ എന്താണ് പുതിയ 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 ടെക്നോളജീസ് വരുമ്പോൾ അതെല്ലാം പ്ലാന്റേഷനിൽ കൊണ്ടുവരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റേ ഹെലികോപ്റ്ററിൽ മറ്റേ എന്താ പറയാ ഇതടിക്കുന്നത്, ഫെർട്ടിലൈസർ വളം അടിക്കുന്നത് എന്തിൽ വന്നിട്ടാണ്, ഹെലികോപ്റ്ററിൽ വന്നിട്ടാണ്. അതുപോലെ ലേബർ ഇന്റൻസീവ് ആണ്, ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്, ഒരുപാട് പൈസ ഇറക്കുന്നതാണ്, ഔട്ട്പുട്ട് പ്രോസസ് ചെയ്തായിരിക്കും. തേയിലത്തോട്ടം കണ്ടിട്ടുണ്ടാവും, തേയിലയും കോഫിയൊക്കെ ഔട്ട്പുട്ടിനെ പ്രോസസ് ചെയ്യണം. റബ്ബർ ആണെങ്കിലും ഔട്ട്പുട്ടിന് എന്ത് ചെയ്യണം, അതിൽ നിന്ന് കിട്ടുന്ന റബ്ബർ പാലിനെ പ്രോസസ് ചെയ്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അരി വീറ്റും റൈസും പോലെയൊന്നും അല്ല. ഓക്കെ, മാർക്കറ്റ് ഓറിയന്റഡും ആണ്. ആസാം കേരളയിലാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. അല്ലെ റബ്ബർ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്, ടീയും കോഫിയൊക്കെ ഉള്ളത് ആസാമിലാണ് കൂടുതൽ. കോഫി കർണാടകയിലാണ് കൂടുതൽ, ടീ ഉള്ളത് ആസാം. സോ കർണാടകയിൽ കോഫി, കേരളത്തിൽ റബ്ബർ, ആസാമിൽ ടീ. അങ്ങനെയാണ് ഏകദേശം അതിന്റെ ഒരു കണക്ക്. ടീ, കോഫി, റബ്ബർ, സ്പൈസസ്, ബനാന, കോക്കനട്ട് ഒക്കെ ഉണ്ട്. തേങ്ങയുടെ തോട്ടമുണ്ട്, അതുപോലെ തന്നെ തെങ്ങും തോട്ടം, അതുപോലെ തന്നെ വാഴത്തോട്ടം ഉണ്ടാവും. അതുപോലെ നമ്മുടെ ടീ, കോഫി, റബ്ബർ, സ്പൈസസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് പ്ലാന്റേഷൻ ഫാമിംഗ്. സോ നോട്ട് എ പ്ലാന്റേഷൻ ക്രോപ്പ് ഏതാണ്, മില്ലറ്റ് പ്ലാന്റേഷൻ ക്രോപ്പ് അല്ല. ഡാഷ് ഈസ് എ പ്ലാന്റേഷൻ ക്രോപ്പ്, ടീ ഒരു പ്ലാന്റേഷൻ ക്രോപ്പ് ആണ്. അതുപോലെ വിച്ച് ഇസ് ദ സ്റ്റേറ്റ് ഇസ് ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് റബ്ബർ. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതിൽ അറിയാതെയാണെങ്കിലും ഞാൻ പറഞ്ഞു, ഏതാണ്, കേരളമാണ് റബ്ബറിൽ 1ാം സ്ഥാനം. റബ്ബറിൽ 1ാം സ്ഥാനം ആർക്കാണ്, കേരളത്തിനാണ്. നമുക്ക് ഇതുപോലെ ബാക്കി കുറച്ച് ക്രോപ്പുകളെ പറ്റിയും കൂടെ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുക, ടീ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ, ലോകത്തെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ ചൈനയാണ്, ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ആസാമിൽ, പിന്നെ വെസ്റ്റ് ബംഗാളിൽ, പിന്നെ തമിഴ്നാട്ടിൽ. ഓക്കെ, 20 സെന്റിഗ്രേഡ് മുതൽ സെൽഷ്യസ് മുതൽ 30 സെൽഷ്യസ് വരെയാണ് അതിന് വേണ്ടത്. അത്യാവശ്യം മഴ വേണം, മൺസൂൺ ഡിപ്പെൻഡന്റ് ആണ്, സ്ലോപ്പുകളിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും ജസ്റ്റ് ഫീച്ചേഴ്സും കൊണ്ട് ഓർത്ത് വയ്ക്കുക. ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്, ചൈനയ്ക്ക് 1ാം സ്ഥാനമാണ്, ആസാമും വെസ്റ്റ് ബംഗാളാണ് ഏറ്റവും കൂടുതലുള്ളത് ആസാമിലാണ്. കോഫി ഏറ്റവും കൂടുതൽ ബ്രസീലില്, ഇന്ത്യ 7ാം സ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് കർണാടക, 2ാമത് കേരള. കർണാടകയിൽ തന്നെ ബാബ ഭൂതാൻ ഹിൽസിലാണ് കൂടുതലുള്ളത്. ഓക്കെ, റബ്ബർ ഏറ്റവും കൂടുതൽ തായ്ലാന്റില്, ഇന്ത്യക്ക് 4ാം സ്ഥാനം. ഏറ്റവും കൂടുതൽ റബ്ബർ കൾട്ടിവേറ്റ് ചെയ്യുന്നത് കേരളമാണ്, 2ാമത് ത്രിപുര. ഓക്കെ, ഇവിടെ ഞാൻ അതിന്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കോഫിക്ക് വേണ്ടത് 15 മുതൽ 25 സെൽഷ്യസ് ആണ്. റെയിൻഫോൾ അത്യാവശ്യം വേണം, ഷെയ്ഡ് വേണം, അതായത് ചോല വേണം, അതുപോലെ വെൽ ഡ്രെയിൻഡ് വോൾക്കാനിക് സോയിൽ വേണം. ഏറ്റവും നല്ലത് ഏത് സോയിലാണ്, ബ്ലാക്ക് സോയിലാണ്. ഓക്കെ, വോൾക്കാനിക് സോയിൽ ആയിട്ടുള്ള ബ്ലാക്ക് സോയിലാണ് ഏറ്റവും നല്ലത്. ഇന്ത്യയിൽ അറബിക്ക, റോബസ്റ്റ എന്ന് പറയുന്ന 2 തരം കോഫികളാണ് മെയിൻ ആയിട്ടുള്ളത്. കോഫിക്ക് ഇഷ്ടമുള്ളവർക്ക്, കോഫിനെ പറ്റി അറിയാവുന്നവർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും. പിന്നെ ഉള്ളത് റബ്ബർ, ഞാൻ പറഞ്ഞു 25 ടെമ്പറേച്ചർ, കേരളത്തിലുള്ള അത്യാവശ്യം 200 സെന്റിമീറ്ററിന് മുകളിൽ വെള്ളം വേണം, റെയിൻ വേണം. അല്ല ഹ്യൂമിഡ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ്, കേരളത്തിലെ ക്ലൈമറ്റിലാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്ത ഓയിൽ സീഡ്സ്. ഓരോ സ്ഥലം, ഗ്രൗണ്ട് നട്ട് ആണെങ്കിൽ ചൈനയിലാണ് കൂടുതൽ, സോയാബീൻ ആണെന്നുണ്ടെങ്കിൽ USA യിലാണ് കൂടുതൽ, മസ്റ്റാർഡ് ഉണ്ടെങ്കിൽ കേരളത്തിലാണ് കൂടുതൽ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ളത് മസ്റ്റാർഡ് ആണ്. ഓക്കെ, ഇന്ത്യ ഈസ് റാങ്ക്സ് ഹൈ ഇൻ മസ്റ്റാർഡ്. മസ്റ്റാർഡിലും ആവണക്കെണ്ണയിലും മസ്റ്റാർഡിലും ഇന്ത്യക്ക് നല്ല പ്രൊഡക്ഷൻ ഉണ്ട്. ഗുജറാത്ത് ആണ് ഗ്രൗണ്ട് നട്ടിൽ 1ാം സ്ഥാനം, സോയാബീനിൽ 1ാം സ്ഥാനം മധ്യപ്രദേശ്, മസ്റ്റാർഡിൽ രാജസ്ഥാൻ. അത്രയെങ്കിലും ഓർത്ത് വയ്ക്കുക. ആ ഒരു ഏരിയ ആണെന്ന് ഓർത്ത് വയ്ക്കുക. വെസ്റ്റേൺ ഇന്ത്യയിലാണ് കൂടുതൽ ഉണ്ടാവുന്നത്. ആ ഒരു ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ ഏരിയയിലാണ് കൂടുതൽ എന്തുള്ളത്, ഈ പറയുന്ന ഓയിൽ സീഡ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത് പൾസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പയറുവർഗ്ഗങ്ങൾ. ഇന്ത്യ 1ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ 1ാം സ്ഥാനം ആരാണ്, മധ്യപ്രദേശാണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസറും കൺസ്യൂമറും ലോകത്ത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിലെ പ്രോട്ടീൻ, വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രോട്ടീൻ സോഴ്സും ഈ പറയുന്നത് തന്നെയാണ്. പിന്നെ പൾസസിനുള്ള പ്രത്യേകതയാണ് എന്ത്, സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, അവരെന്താ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ സോയിലുകളിൽ പൊതുവെ നൈട്രജൻ കുറവാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെ നൈട്രജൻ ഫിക്സ് ചെയ്തുകൊണ്ട് സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടി അവർ സഹായിക്കുന്നുണ്ട്. കോട്ടൺ എന്ന് പറയുന്നതിന്റെ 1ാം സ്ഥാനം ചൈനയാണ്. ഇന്ത്യ 2ാം സ്ഥാനത്താണ് കോട്ടൺ കൾട്ടിവേഷനിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഡെക്കാൻ സോയിലിൽ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കോട്ടൺ ഉണ്ടാവുന്നത്. ഒരു ഖാരിഫ് ക്രോപ്പാണ്, മേജർ ആയിട്ടുള്ള ഫൈബർ ക്രോപ്പാണ്. ബ്ലാക്ക് സോയിലാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ബ്ലാക്ക് സോയിൽ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ലാവ സോയിൽ, റെഗുർ സോയിലാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, 210 ഫോഴ്സ് ഫ്രീ ഡേയ്സാ വേണ്ടത്. അങ്ങനെ ചോദിക്കാൻ കാരണമല്ല, നോക്കുക. ജൂട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, വെസ്റ്റ് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ജൂട്ട് ഉണ്ടാവുന്നത്. ഗോൾഡൻ ഫൈബർ എന്നാ വിളിക്കുന്നത്. ഗ്രോസ് വെൽ ഇൻ ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ ആൻഡ് ഫ്ലഡ് പ്ലെയിൻസ്. ഹൈ ടെമ്പറേച്ചർ വേണം. വെസ്റ്റ് ബംഗാളാണ് 1ാം സ്ഥാനത്ത്. ഇന്ത്യയാണ് ലോകത്ത് 1ാം സ്ഥാനത്ത്. ഇനി മെയ്സ്, റാഗി, ജോവാർ, ബാജ്ര. മെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോളമാണ്, കോളാണ്. ഓക്കെ, അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യ ഒരു മേജർ പ്രൊഡ്യൂസർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കർണാടകയിലാണ്.
രണ്ടാം സ്ഥാനം മധ്യപ്രദേശ്. റാഗി ഏറ്റവും കൂടുതൽ കർണാടകയിൽ. ഇന്ത്യയാണ് ഒന്നാമത്തെ പ്രൊഡ്യൂസർ. ജോവർ ഏറ്റവും കൂടുതൽ അമേരിക്കയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലാണ്. ബാജറ ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ രാജസ്ഥാനിലാണ്. ബാക്കി നോട്ട്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കാരണം നമ്മൾ അതും കൂടെ ഡിസ്കസ് ചെയ്യാൻ പോയാൽ നമുക്ക് തീരില്ല. ഓക്കെ, നോക്കുള്ള വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് റബ്ബർ? ഏതാണ്? കേരളമാണ് റബ്ബറിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഡാഷ് ഇസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് കോട്ടൺ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ ഉണ്ടാക്കുന്ന ആരാ? ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്ന് പറഞ്ഞു. സോ ഗുജറാത്താണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. കോട്ടണിൽ ഒന്നാം സ്ഥാനം ബ്ലാക്ക് സോയിലുള്ള ഗുജറാത്താണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോൺ ആസ് ഗോൾഡൻ ഫൈബർ? ഗോൾഡൻ ഫൈബർ എന്ന് അറിയപ്പെടുന്നത് ഏതാ? അത് ജൂട്ടാണ്. ജൂട്ടാണ് ഗോൾഡൻ ഫൈബർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഇസ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജോവാർ? ജോവാർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന എവിടെയാ? നമ്മൾ പറഞ്ഞു മഹാരാഷ്ട്രയാണ് ജോവാർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന സംസ്ഥാനം. ഓക്കെ, ഏകദേശം ആ വെസ്റ്റേൺ ഏരിയയിലാണ് കൂടുതൽ ജോവാർ ഉണ്ടാവുന്നത്, ഇന്ത്യയുടെ വെസ്റ്റേൺ ഏരിയയിൽ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ലെഗ്യൂം ക്രോപ്പ്? ലെഗ്യൂം എന്ന് പറഞ്ഞാൽ എന്താ? ലെഗ്യൂം ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം പയറുവർഗ്ഗങ്ങളാണ്. ലെഗ്യൂം എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഇൻ പീ ഫാമിലി, പയർ വർഗത്തിൽപ്പെട്ടതാണ്. ഓക്കെ, ലെഗ്യൂമിനോസേ എന്ന് പറയും. ഓർ ഫ്രൂട്ട് ഓർ സീഡ്സ് ഓഫ് സച്ച് പ്ലാന്റ്സ്. അതായത് അതിന്റെ സീഡ് കൺസ്യൂം ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ കുരു അല്ലെങ്കിൽ സീഡാണ്, നമ്മൾ വിത്താണ് കൺസ്യൂം ചെയ്യുന്നത്. വെൻ യൂസ്ഡ് ആസ് ഡ്രൈ ഗ്രെയിൻ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ ദീസ് സീഡ്സ് ആർ ഓൾസോ നോൺ ആസ് പൾസസ്. ബേസിക്കലി പൾസസ് ആണ് ലെഗ്യൂംസ്. ലെഗ്യൂംസ് വിത്തുകളാണ് ബേസിക്കലി. ഓക്കെ, ഗ്രാം, ലെന്തിൽ, പീ, മൂങ്, ഉറാദ് എക്സെട്ര ആണുള്ളത്. നൈട്രജൻ ഫിക്സേഷനും അത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ പൾസസ് ആണ്. ഓക്കെ, പൾസസ് ആണ് ഇത് ലെഗ്യൂം ക്രോപ്സ്. സോ ഇത്രയാണ് നമുക്ക് എന്തിലുണ്ടായത്? ക്രോപ്സിൽ ഉണ്ടായത്. കണ്ടോ, നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ജോവർ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലാണ്. ആ ചോദ്യം അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉണ്ടായത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എനർജി ആൻഡ് മിനറൽസ് ആണ്. ഓക്കെ, എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ ആണ്. ജോഗ്രഫിയും എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ. ഇവിടുന്നും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. തീരെ കുറവല്ല, തീരെ മോശമല്ല, പക്ഷെ ഫാക്ച്വൽ ആണ്. കാണാതെ പഠിക്കുക എന്നുള്ളത് വേറെ ഓപ്ഷൻസ് ഒന്നും നമുക്കില്ല. നമുക്ക് നോക്കാം. അങ്കലേശ്വർ എന്ന് പറയുന്ന ഒരു പെട്രോളിയം ക്രൂഡ് ഓയിലിന്റെ സൈറ്റ്, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ആവശ്യമുള്ള സാധനമാണ് ഈ ക്രൂഡ് ഓയിൽ. അത് ഏത് സ്ഥലത്തുള്ളതാണ്? അങ്കലേശ്വർ എന്ന് പറയുന്ന പെട്രോളിയം സൈറ്റ് ആണെന്നൊക്കെ ചോദിച്ചു തന്നിട്ടുണ്ട്. ഈ അങ്കലേശ്വർ എവിടെയാണെന്ന് അറിയണം. ഓക്കെ, അത് ഗുജറാത്തിലാണോ, ബീഹാറിലാണോ, ഭോപ്പാലിലാണോ, യു പിയിലാണോ? പൊതുവെ കോസ്റ്റൽ സ്റ്റേറ്റുകളിലാണ് പൊതുവെ എന്ത് കാണപ്പെടാറ്? ഈ പറയുന്ന പോലെ പെട്രോളിയം കാണപ്പെടാറ്. എന്ന് വെച്ചിട്ട് ആസാമിലും പെട്രോളിയം ഖനികൾ ഉണ്ട്. നോക്കാം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഇസ് ദ ഓൾഡസ്റ്റ് ഓയിൽ ഫീൽഡ് ഇൻ ഇന്ത്യ ലൊക്കേറ്റഡ്? അപ്പൊ ഏറ്റവും പഴയ ഓയിൽ ഫീൽഡ് ഇന്ത്യയിൽ ഒന്നേ ഉണ്ടായുള്ളൂ പണ്ടൊക്കെ, ഏറ്റവും ആദ്യം. പിന്നെയാണ് ഓരോന്നോരോന്ന് കണ്ടുപിടിച്ചത്. അത് ഏതാണെന്ന് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അബണ്ടന്റ് ഇൻ ദിഗ്ബോയ് മൈൻസ്? ദിഗ്ബോയ് മൈൻസിൽ കാര്യമായിട്ട് കാണപ്പെടുന്നത് എന്താണ്? അല്ലെങ്കിൽ ദിഗ്ബോയ് മൈൻസ് എന്ത് ഖനനം ചെയ്യുന്നതാണ്? ഇതെല്ലാത്തിനും ഒരൊറ്റ ഉത്തരമാണ് എന്ത്? പെട്രോളിയത്തിനാണ്. പെട്രോളിയത്തിന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പെട്രോളിയത്തിന് പൊട്ടൻഷ്യൽ ഉള്ളത് രാജസ്ഥാനിലാണ്. ദിഗ്ബോയ് ആസാമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയത്. ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. വാസ് ദ ഓൺലി പ്രൊഡ്യൂസിംഗ് റീജിയൻ. വേറെ ഒന്നും കണ്ടുപിടിക്കുന്ന മുന്നേ ഒന്നേ ഉണ്ടായുള്ളൂ. അതിനുശേഷം ഡേൽസൽമീർ രാജസ്ഥാനിലും കണ്ടുപിടിച്ചു. പിന്നെ നഹർകാട്ടിയ, മൊറാൻ ആസാമിൽ കണ്ടുപിടിച്ചു. അങ്കലേശ്വർ, കലോൾ ഇൻ ഗുജറാത്ത് കണ്ടുപിടിച്ചു. മുംബൈ ഹൈൽ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് കൃഷ്ണ, ഗോദാവരി, കാവേരി ബേസിനിലും പിന്നെ നമ്മൾ ഖനനം ചെയ്യാൻ തുടങ്ങി. ക്രൂഡ് ഓയിൽ ഒക്കേഴ്സ് ഇൻ സെഡിമെന്ററി റോക്സ് ഓഫ് ടെറിഷറി പീരീഡ്. സെഡിമെന്ററി റോക്സിലാണ്. ഇഗ്നിയസ് റോക്സിലോ മെറ്റമോർഫിക് റോക്സിലോ അല്ല കാണപ്പെടുന്നത്. സെഡിമെന്ററി റോക്സിലാണ് ആര് കാണപ്പെടുന്നത്? പെട്രോളിയം കാണപ്പെടുന്നത്. സോ നോക്കിക്കോളൂ, അതിന്റെ ആൻസർ എന്താ? അങ്കലേശ്വർ എവിടെയാണ്? ഗുജറാത്തിലാണ്. അടുത്തത് ദിഗ്ബോയ് ഓൾഡസ്റ്റ് മൈൻസിന്റെ പേരെന്താണ്? ദിഗ്ബോയ് ആസാം. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ദിഗ്ബോയ് മൈൻ ആണ് ആസാം. അടുത്ത ദിഗ്ബോയ് മൈനിൽ എന്ത് ഖനനം ചെയ്തതാ? പെട്രോളിയം ഖനനം ചെയ്ത. ജസ്റ്റ് ഇത്രയും ഡാറ്റ പഠിച്ചിരുന്നെങ്കിൽ ആ 3 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാമായിരുന്നു. ഇത് പല ഷിഫ്റ്റുകളിലാണ് തന്നെ, ഒറ്റ ഷിഫ്റ്റിലല്ല. സ്റ്റിൽ നമ്മുടെ ഷിഫ്റ്റിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് വിച്ച് അമോങ് ദ ഫോളോയിങ് പ്ലേസസ് ഈസ് ഫേമസ് ഫോർ യുറാനിയം? ഇന്ത്യയിൽ യുറാനിയത്തിന് ഫേമസ് ആയിട്ടുള്ളത്? ഇന്ത്യയിൽ യുറാനിയത്തിന് ഫേമസ്, ഇന്ത്യയിൽ കുറെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഉണ്ട്. ഇവർക്കൊക്കെ ഫ്യൂവൽ കൊടുക്കണ്ടേ? സോ അതിനകത്ത് ഇപ്പൊ കറന്റ്ലി ഏറ്റവും കൂടുതൽ ഫ്യൂവൽ കിട്ടുന്നത് അല്ലെങ്കിൽ കറന്റ്ലി ഫേമസ് യുറാനിയം ഫ്യൂവലിന് ഫേമസ് ആയിട്ടുള്ളത്, ചില യൂട്യൂബ് വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്. അവിടെയുള്ള ആൾക്കാരുടെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ മൈൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിക്കും എന്റെ ഉത്തരം ജഡ്ഗുഡ മൈൻ ആണ്. ജഡ്ഗുഡ മൈൻ ആണ് ഏറ്റവും അതിന്റെ ആൻസർ. പക്ഷെ നമുക്ക് നോക്കാം. യുറാനിയം എന്ന് പറയുന്നത്
ഓക്കെ, നമുക്ക് മിനറൽസ് നോക്കാം, എനർജി നോക്കാം. കോൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മേജർ കോൾ ഗോണ്ട്വാന കോളാണ്. പിന്നെ ടെറിഷറി കോളും ഉണ്ട്. ഗോണ്ട്വാന കോൾ കാണപ്പെടുന്നത് ജാർഖണ്ഡിലെ ജാരിയ ബൊക്കാറോ റീജിയൻ, വെസ്റ്റ് ബംഗാളിലെ റാണിഗഞ്ച് റീജിയൻ, അതുപോലെ ഗോദാവരി മഹാനദി സോൺ റീജിയൻസ് ഇവിടേക്കാണ് കാണപ്പെടുന്നത്. ഓക്കെ, വർധ വാലി റീജിയൻ. ഈ ദാമോദർ വാലി റീജിയൻ ആണ്, ദാമോദർ വാലി റീജിയൻ ആണ് ഈ ജാരിയ ബൊക്കാറോ റാണിഗഞ്ച് ഒക്കെ ഏരിയ, ദാമോദർ വാലി ഏരിയ. സോ ഇന്ത്യയിലെ മേജർ ആയിട്ട് ദാമോദർ വാലി ഏരിയ, ഗോദാവരി മഹാനദി സൺ വാലി ഏരിയയിലാണ് കോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ കാണപ്പെടുന്നത് ടെറിഷറി കോൾ ആണെന്ന് കൂടെ ഓർത്ത് വയ്ക്കാം. നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ കാണപ്പെടുന്നത് ടെറിഷറി കോൾ ആണ്. പെട്രോളിയം നമ്മൾ പറഞ്ഞു അങ്കലേശ്വർ, ദിഗ്ബോയ്, നഹർകാട്ടിയ, മൊറാൻ, ഹുജ്രിഗാൻ ഏരിയയിലാണ്. അല്ലാതെ മുംബൈ ഹൈ എന്ന് പറയുന്ന കടലിന്റെ നടുക്കുള്ള ഒരു ഏരിയ ഉണ്ട്. കടലിന്റെ നടുക്ക് നമ്മൾ റിഗ്, ഓയിൽ റിഗ് പോലെ വെള്ളം ഖനനം ചെയ്ത് ഓയിൽ ഖനനം ചെയ്തെടുക്കുന്ന ഏരിയ ഉണ്ട്. അതാണ് മുംബൈ ഹൈ, ഓഫ് ഷോർ മുംബൈ ഹൈ. നാച്ചുറൽ ഗ്യാസ് മെയിൻ ആയിട്ട് മുംബൈ ഹൈയിലും അതല്ല ഗുജറാത്ത്, ആസാം, കൃഷ്ണ ഗോദാവരി ബേസിനിലുമാണ്. ഇനി യുറാനിയം, തോറിയം മെയിൻ ആയിട്ട് ജാർഖണ്ഡ്, അതുപോലെ രാജസ്ഥാൻ ആരവല്ലി റീജിയൻ, അതുപോലെ തോറിയം മെയിൻ ആയിട്ട് കേരളത്തിലെ കരിമണലില് മോണസൈറ്റ് സാൻഡുകളിലാണ് തോറിയം കിട്ടുന്നത്. അത് ഓർത്തു വയ്ക്കും. ഇനി യുറാനിയം ഇപ്പോ ഏറ്റവും കൂടുതൽ ഖനനം ചെയ്തെടുക്കുന്ന മൈൻസ് ഏതൊക്കെയാണെന്ന് ചോദ്യം വരാം. കാര്യം അത്ര ഇമ്പോർട്ടന്റ് ആണ്. ക്രൂഡ് ഓയിൽ പോലെ തന്നെ ഇന്ത്യക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇത് യുറാനിയം മൈൻ. ഒന്നാമത്തെ മൈൻ നോക്കാം, തുമ്മലപ്പള്ളി മൈൻ, കടപ്പ റീജിയൻ ഓഫ് ആന്ധ്രാപ്രദേശ്. ലാർജസ്റ്റ് യുറാനിയം മൈൻ ആണ് ഇന്ത്യയിലെ. കണ്ണമ്പള്ളി, തുമ്മലപ്പള്ളി ബ്ലോക്സിൽ പെട്ടതാണ്. ജഡ്ഗുഡ മൈൻ, ഈസ്റ്റ് സിംഗ്ബം, ജാർഖണ്ഡ്. ഫസ്റ്റ് യുറാനിയം മൈൻ ഓഫ് ഇന്ത്യ 1967 തുടങ്ങിയതാണ്. ആ ക്വസ്റ്റ്യൻ ആൻസർ ഇതായിരുന്നു. ഹാസ് എ പ്രോസസിംഗ് പ്ലാൻ ഫ്രം ജഡ്ഗുഡ, ബാട്ടിം ആൻഡ് നർവപഹാർ. ഓക്കെ, ഇവിടെ നിന്നുള്ളതിനൊക്കെ നമ്മളൊരു പ്രോസസിംഗ് പ്ലാന്റും പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭാട്ടിൻ മൈൻ, അതും ഈസ്റ്റ് സിംഗ്ബം റീജിയനിലാണ്, ജഡ്ഗുഡയുടെ തൊട്ടടുത്തുള്ളതാണ്. ഓക്കെ, നർവപഹാർ മൈൻ, നർവപഹാർ മൈനും അതും ഈ ഒരു ഏരിയയിലാണ്. ഇത് മൂന്നും അടുത്തടുത്തുള്ളതാണ്. ഏപ്രിൽ 1995 മോസ്റ്റ് മോഡേൺ യുറാനിയം മൈൻ ആണ്. പിന്നെ തുറാംഡിഹ് മൈൻ, അത് ജംഷഡ്പൂർ ജാർഖണ്ഡിലാണ്. ജഡ്ഗുഡേന്ന് കുറച്ച് കിലോമീറ്റർ ദൂരേ ഉള്ളൂ. ഇതൊക്കെ ഏകദേശം ഒരേ ഏരിയയിലുള്ളതാണ്. അടുത്ത അണ്ടർഗ്രൗണ്ട് മൈൻ, അതും സിംഗ്ബം ഡിസ്ട്രിക്റ്റിലാണ്. ബഗ്ജഡ മൈൻ, ഇതെല്ലാം ജാർഖണ്ഡ് ഏരിയ, ഇതെല്ലാം ജാർഖണ്ഡ് ഏരിയയിലെ മൈനുകളാണ്. എല്ലാം ജാർഖണ്ഡ് ഏരിയയിലെ മൈനാണ്. അടുത്തത് മൊഹോൽദിഹ് മൈൻ, അതെവിടെ? അതും ജാർഖണ്ഡിലാണ്. മോഡേൺ അണ്ടർഗ്രൗണ്ട് യുറാനിയം മൈൻ ഇൻ ജംഹാരിയ ബ്ലോക്ക്. സോ മേജർ ആയിട്ടുള്ളതെല്ലാം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഒരു സാധനം അനലൈസ് ചെയ്യാൻ പറ്റും. എല്ലാം ജാർഖണ്ഡ് ഏരിയയിലാണ്. ഒരെണ്ണേ കടപ്പ ആന്ധ്രാപ്രദേശ് ഏരിയയിലുള്ളൂ. സോ ജാർഖണ്ഡിന്റെ ഏരിയയിലാണ് മെയിൻ ആയിട്ട് നമ്മൾ യുറാനിയം ഖനനം ചെയ്തെടുക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ, ഫേമസ് യുറാനിയം മൈൻ ക്വസ്റ്റിന്റെ ആൻസർ ജഡ്ഗുഡയാണ്. റാണിഗഞ്ചിൽ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത് പെട്രോളിയം ആണ്. ഓക്കെ, പന്നയില് ഡയമണ്ട് ആണ്. ഒന്ന് ഓർത്ത് വെച്ചാൽ നോക്കാം. അയൺ ഓറിന് ഇത് NCERT കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് പഠിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാനൊന്നും അല്ല. NCERT മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അത് മാത്രമേ ചോദിക്കാറുള്ളൂ. ഓക്കെ, അയൺ ഓറിന് ഫേമസ് ആണ് ബാദം ബഹാർ ഒഡീഷ, ഗുവ നവമുണ്ടി ജാർഖണ്ഡ്, ബൈലാദില ഛത്തീസ്ഗഡ്, ചന്ദ്രാപൂർ മഹാരാഷ്ട്ര. പിന്നെ കർണാടകയിലെ ബെല്ലാരി, ചിത്രദുർഗ, ചിക്കമംഗളൂരു, തുംകുരു ബെൽറ്റ്, കുതിരമുഖ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ബെൽറ്റ് ആണ്. സോ കുതിരമുഖ് ഓർത്ത് വയ്ക്കുക. രത്നഗിരി ഇൻ ഗോവ ഓർത്ത് വയ്ക്കുക. സോ അയൺ മൈനുകളിൽ ഓർത്ത് വയ്ക്കേണ്ടത് ബാദം ബഹാർ, ഗുവ നവമുണ്ടി, ബിലാദില, ചന്ദ്രപൂർ, രത്നാഗിരി, കുതിരമുഖ്. മാഗ്നീസ് അങ്ങനെ പ്രത്യേക സ്ഥലം കൊടുത്തിട്ടില്ല, കുറച്ച് സ്റ്റേറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഓർത്ത് വയ്ക്കുക. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ, മധ്യപ്രദേശ് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ. മാഗ്നീസ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര. കോപ്പർ ഏറ്റവും കൂടുതലുള്ള മൈനാണ് ബാലഘട്ട് മൈൻ, അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. രണ്ടാമത് ഖേത്രി മൈൻ, ഇമ്പോർട്ടന്റ് ആണ്. സിംഗ്ബം മൈൻ, മൂന്നെണ്ണം ഇമ്പോർട്ടന്റ് ആണ്. മൂന്നെണ്ണം ഓർത്ത് വയ്ക്കുക. BKS, ബാലഘട്ട്, ഖേത്രി, സിംഗ്ബം. കോപ്പർ. ബോക്സൈറ്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പഞ്ച്പത്ത് മാലി. പഞ്ച്പത്ത് മാലി അതേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. പഞ്ച്പത്ത് മാലി. മൈക്കയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് കൊദർമ, ഗയ, ഹസാരിബാഗ് ബെൽറ്റ്, അതുപോലെ അജ്മീർ, നെല്ലൂർ ബെൽറ്റ്. ഓക്കെ, ആന്ധ്രയിലുള്ള നെല്ലൂർ ബെൽറ്റ്. ലൈംസ്റ്റോൺ പൊതുവെ എല്ലാ സെഡിമെന്ററി ഏരിയാസിലും കാണപ്പെടുന്നതാണ്. ഓക്കെ, അടുത്തത് ഗോൾഡ് കാണപ്പെടുന്നത് കോളാർ ഗോൾഡ് ഫീൽഡ്, KGF. നമ്മൾ സിനിമ കണ്ടതാണ് KGF, കോളാർ ഗോൾഡ് ഫീൽഡ്. അടുത്ത ഹട്ടി ഗോൾഡ് ഫീൽഡ്, HGF. അടുത്ത രാമഗിരി ഗോൾഡ് ഫീൽഡ്, RGF. ഇത് മൂന്ന് ഓർത്ത് വയ്ക്കുക. KGF, HGF, RGF. ആ മൂന്നെണ്ണം ഓർത്ത് വയ്ക്കുക. അടുത്ത ഡയമണ്ട് പെന്ന ബെൽറ്റിലാണ്, മെയിൻ ആയിട്ട് പന്ന ബെൽറ്റിലാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസറിൽ പന്നയിൽ കാണപ്പെടുന്ന ഏതാ? ഡയമണ്ട് ആണെന്ന് പഠിക്കുക. വജ്രക്കറൂർ കിംബർലൈറ്റ് പൈപ്പ് ലൈൻ, വജ്രക്കരൂർ. വജ്രം എന്താ? ഡയമണ്ട്. വജ്രക്കറൂറിൽ അപ്പൊ എന്താ? ഡയമണ്ട്. അത് ഓർത്ത് വയ്ക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ ഡയമണ്ട് ഉള്ളത് റഷ്യയിലാണെന്ന് കൂടെ ഓർത്ത് വയ്ക്കുക.
അടുത്ത ജിപ്സം ഉണ്ടാവുന്ന ജോധ്പൂർ, നഗോർ, ബിക്കാനേർ, ജയ്സൽമേർ. ജിപ്സം എന്നൊരു ചോദ്യം വന്നോ? രാജസ്ഥാൻ. ജിപ്സം ഏറ്റവും കൂടുതലുള്ളത് രാജസ്ഥാൻ. ഓക്കെ, സൾഫേറ്റ് ഓഫ് കാൽഷ്യം ഹൈഡ്രേറ്റ് ആണ്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ലൈം സ്റ്റോൺസ്, സാൻഡ് സ്റ്റോൺസ്, ഷെയിൽസ് എല്ലാമാണ് ലൈം സ്റ്റോൺ എടുക്കുന്നത് നമ്മൾ. അടുത്ത ക്വസ്റ്റ്യൻ, രാംഗിരി ഈസ് ലൊക്കേറ്റഡ് ഇൻ ആനന്ദ്പൂർ ഡിസ്ട്രിക്ട്, ഫേമസ് ഫോർ ഏതാണ്? നമ്മൾ പറഞ്ഞു RGF KGF പോലെ RGF ഓടിക്കാൻ പറഞ്ഞു, ഗോൾഡിനാണ്. ഡയമണ്ടിന് ഫേമസ് ഏതാണ്? പന്നയാണ്. അതേ ചോദിക്കുള്ളൂ. അടുത്തത്, ബോക്സൈറ്റ് ഈസ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ റാഞ്ചി, ജാംനഗർ, ജബൽപൂർ, കോലാപൂർ, ഷെവറോയ് ഹിൽസ്. ഇത്രയും കാണുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആസ് സർഫസ് ഡെപ്പോസിറ്റ് ഓഫ് ദിസ് ഏരിയ ഇറ്റ് ഹാപ്പൻസ് ഓഫ് വേർ ഡാഷ് സോയിൽ ഈസ് ഫോംഡ്. നമ്മൾ പറഞ്ഞു ലാറ്ററേറ്റ് സോയിലിന്റെ സമയത്ത് എന്ത് സംഭവിക്കും? ഒരു സോയിലിലെ ലൈമും സിലിക്കണും ഒലിച്ചു പോവും. പിന്നെ അവിടെ അയണും അലൂമിനിയെ കാര്യമായിട്ട് ബാക്കി ഉണ്ടാവുള്ളൂ. ഈ അലൂമിനിയം കാണപ്പെടുന്നത് ബോക്സൈറ്റ് ആയിട്ടാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൈറ്റ് സോയിലാണ് കാര്യമായിട്ട് അയണും അലൂമിനിയവും കാണപ്പെടുന്നത്. സോ അലൂമിനിയം കൂടുതൽ കിട്ടുന്ന സോയിൽ ഏതാണെന്ന് വെച്ചാൽ ലാറ്ററൈറ്റ് സോയിലാണ്. ഓർത്തു വയ്ക്കുക. Okay, bauxite forms due to the leaching of aluminum rich rocks under hot humid tropical conditions. അതായത് നല്ല മഴ പെയ്യുന്നിടത്ത് ലീച്ചിങ് സംഭവിക്കുന്നു. അപ്പൊ സോയിലുള്ള ലൈമും സിലിക്കയും ഒലിച്ചു പോകുന്നു. ഹെവി റെയിൻ വാഷസ് അവേ സോലുബിൾ കമ്പോണൻസ് ലൈക്ക് ലൈം ആൻഡ് സിലിക്ക, ലീവിംഗ് ബിഹൈൻഡ് സോയിൽ റിച്ച് ഇൻ അയൺ ആൻഡ് അലൂമിനിയം. അയണും അലൂമിനിയം റിച്ച് ആയിട്ടുള്ള സോയിൽ ബാക്കിയാവുന്നു, റിച്ച് ഇൻ അയൺ ആൻഡ് അലൂമിനിയം. അപ്പൊ നമുക്ക് ബോക്സൈറ്റ് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. റാഞ്ചി, ജാംനഗർ, ജബൽപൂർ, കോലാപൂർ, ഷെവലോയ് ഹിൽസ് ആണ് ലാറ്ററൈറ്റ് സോയിൽ കാണപ്പെടുന്ന മേജർ ഹിൽസ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ലാറ്ററൈറ്റ് സോയിൽ ആണ്. ഓക്കെ, അടുത്തത് ഐഡന്റിഫൈ ദ റോങ് പെയർ. ഇവിടെയാണ് നമ്മുടെ ആ ടേബിൾ നമുക്ക് ഉപകാരപ്പെടുന്നത്. നമ്മൾ കാശ്മീർ സാഫ്രോൺ പറഞ്ഞതാണ്. ഓക്കെ, K3 അയൺ ആണോ? അവിടെയാണ് ആ ചോദ്യം വരുന്നത്. അതിനു മുന്നേ സൂററ്റ് ഡയമണ്ട് ആണോ എന്ന് അറിയണം, മുറാദാബാദ് ബ്രാസ് ആണോ എന്ന് അറിയണം. അപ്പൊ സിറ്റികൾ നമുക്ക് നോക്കാം. കൊൽക്കത്ത ഈസ് ഫേമസ് ഫോർ ജൂട്ട് ഇൻഡസ്ട്രി, ഡാർജിലിംഗ് ഈസ് ഫേമസ് ഫോർ ടീ, ജംഷഡ്പൂർ ഈസ് ഫേമസ് ഫോർ സ്റ്റീൽ, ടാറ്റ, ജംഷഡ്ജി ടാറ്റ. ഓക്കെ, സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ, ക്വീൻ ഓഫ് ഹിൽസ് എന്ന് അറിയപ്പെടുന്ന ഡാർജിലിംഗ്. ഇനി റാഞ്ചി ഈസ് ഫേമസ് ഫോർ ഹെവി എഞ്ചിനീയറിംഗ്, ബാംഗ്ലൂർ IT ആൻഡ് സ്റ്റാർട്ടപ്പ്, മൈസൂര് സിൽക്ക് ആൻഡ് സാൻഡൽവുഡ്, ബാംഗ്ലൂരിനെ നമ്മൾ സിലിക്കൺ വാലി എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ചെന്നൈ ഈസ് ഫേമസ് ഫോർ ഓട്ടോമൊബൈൽ ഹബ്ബ്, ഡിട്രോയിറ്റ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത തിരുപ്പൂര് എന്താ? നൈറ്റ് വെയർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന, എക്സ്പോർട്ട്, അതായത് തുണികൾ എക്സ്പോർട്ടിനാണ് അറിയപ്പെടുന്നത്. കോയമ്പത്തൂർ ടെക്സ്റ്റൈൽസിനും എഞ്ചിനീയറിംഗ് എന്ന് അറിയപ്പെടുന്ന, മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. ഹൈദരാബാദ് ITസിനും പേൾസിനും വേണ്ടിയിട്ട്, ITക്കും പേൾസിനും വേണ്ടി അറിയപ്പെടുന്ന സിറ്റി ഓഫ് പേൾ എന്ന് അറിയപ്പെടുന്നു. ശ്രീനഗർ കാർപ്പറ്റ് ആൻഡ് പഷ്മിന ഷോൾ, വെന്നീസ് ഓഫ് ഈസ്റ്റിലെ വെന്നീസ് എന്ന് അറിയപ്പെടുന്നു. അമൃത്സർ വൂൾ ആൻഡ് ടെക്സ്റ്റൈൽസിന് വേണ്ടി അറിയപ്പെടുന്നു. ലുധിയാന ഹോയ്സറി ആൻഡ് സൈക്കിൾസിന് വേണ്ടി അറിയപ്പെടുന്നു. ഇൻഡസ്ട്രിയൽ ഹബ് ഓഫ് പഞ്ചാബ്, മാഞ്ചസ്റ്റർ ഓഫ് പഞ്ചായത്ത് എന്ന് അറിയപ്പെടുന്നു. ജയ്പൂർ ജെംസ് ജ്വല്ലറി ഹാൻഡിക്രാഫ്റ്റ്, പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നു. വിശാഖപട്ടണം എന്താ? സിറ്റി ഓഫ് ഡെസ്റ്റിനി. അത് നമ്മൾ ഷിപ്പ് ബിൽഡിങ്ങിനും സ്റ്റീലിനും വേണ്ടിയാണ് മെയിൻ. പോർട്ട് സിറ്റിയാണ്, ഷിപ്പ് ബിൽഡിങ്ങും സ്റ്റീലും ആണ് അവിടെ മെയിൻ. ഇനി സഹറൻപൂർ വുഡ് കാർവിംഗ്, മൊറാദാബാദ് ബ്രാസ് വർക്ക്, ഫിറോസാബാദ് ഗ്ലാസ് ബാംഗിൾസ്, അലിഗഡ് ലോക്സ് ആൻഡ് ഹാർഡ്വെയർസ്. സിറ്റി ഓഫ് ബാംഗിൾസ് എന്ന് അറിയപ്പെടുന്ന ഫിറോസാബാദ്, ബ്രാസ് സിറ്റി ഓഫ് ഇന്ത്യ ആണ് മൊറാദാബാദ്. അതാണ് ചോദ്യം ചോദിച്ചത്, ബ്രാസ് സിറ്റി ഓഫ് ഇന്ത്യ. അടുത്ത വാരണാസി സിൽക്ക് സാരികൾക്ക്, വാരണാസി ബനാറസ് സിൽക്കിന് വേണ്ടി അറിയപ്പെടുന്നു. കാൺപൂർ ലെതർ ആൻഡ് ടെക്സ്റ്റൈൽസിന് വേണ്ടി, മാഞ്ചസ്റ്റർ ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. ലക്നൗ ചിക്കൻകാരി എംബ്രോയിഡറി, ചിക്കൻകാരി ഡ്രസ്സുകൾക്ക് വേണ്ടി അറിയപ്പെടുന്നു. സൂറത്ത് ഡയമണ്ടിന് വേണ്ടി അറിയപ്പെടുന്നു. സൂറത്ത് ഡയമണ്ടിന് വേണ്ടി അറിയപ്പെടുന്നു. ഡയമണ്ട് കിട്ടുന്നത് പന്നയിലാണെങ്കിലും ഡയമണ്ട് പണിക്കാർ ഏറ്റവും കൂടുതലുള്ളത്, ഡയമണ്ട് ഇൻഡസ്ട്രി ഏറ്റവും കൂടുതലുള്ളത് സൂറത്തിലാണ്. അഹമ്മദാബാദ് കോട്ടൺ ടെക്സ്റ്റൈൽസ് അറിയപ്പെടുന്നു. അതാണ് മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ. അഹമ്മദാബാദ് ആണ് മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ. ജാംനഗർ ബ്രാസിനും ഓയിൽ റിഫൈനറിക്കും അറിയപ്പെടുന്നു. ജാംനഗറിലുള്ളത് ആരുടെ ഓയിൽ റിഫൈനറിയാ? റിലയൻസിന്റെ ഓയിൽ റിഫൈനറി ആണ്. ബ്രാസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. മുംബൈ ഫിലിം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹബ്ബ് എന്ന് അറിയപ്പെടുന്നു. പൂനെ ഓട്ടോമൊബൈലിനും എഡ്യൂക്കേഷനും അറിയപ്പെടുന്നു. കൊൽക്കത്ത നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ജൂട്ട് ഇൻഡസ്ട്രി ആണ്. ഓക്കെ, മുംബൈ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആണ്. സിറ്റി ഓഫ് ഡ്രീംസ് എന്ന് അറിയപ്പെടുന്നു, സ്വപ്നങ്ങളുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ നോക്കുക. സാഫ്രോൺ ഓക്കെയാണ്, മുറാദാബാദ് ബ്രാസ് ഓക്കെയാണ്, സൂററ്റ് ഡയമണ്ട് ഓക്കെയാണ്. K3 അയണിന് ഫേമസ് അല്ല, പകരം കോപ്പറിന് ഫേമസ് ആണ്. കോപ്പറിന് ഫേമസ് ആണ്. ബാലഘട്ടും K3യും സിംഗബമും കോപ്പറിനാണ് ഫേമസ്, ഏതിനല്ല? അയണിനല്ല.
ഓക്കെ, സോ ഇവിടെ റോങ് പെയർ ഏതാണ്? എ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, മൊറാദാബാദ് ഈസ് ഫേമസ് ഫോർ ഏതാണ്? ബ്രാസിനാണ്. ഡയമണ്ട് ഈസ് ഫേമസ് എവിടെയാണ്? സൂററ്റ്. കോപ്പർ എവിടെയാണ്? ഖേത്രി. സ്റ്റീൽ ആരാണ്? ജാംനഗർ, ജംഷഡ്പൂർ, അതൊക്കെയാണ് സ്റ്റീലിന് ഫേമസ് ആയിട്ടുള്ളത്. ഓക്കെ, ബ്രാസ് സിറ്റി എന്നറിയപ്പെടുന്നത് മൊറാദാബാദ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജിയൻ ഈസ് ദ ഒറിജിനൽ പ്ലേസ് ഫോർ റെസിഡൻസ് ഓഫ് തോഡ ട്രൈബ്? ട്രൈബിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. സോ മേജർ ട്രൈബുകൾ നോക്കുക. അതായത് വീണ്ടും ഒരു ട്രൈബിനെ പറ്റി. ഡാഷ് പീപ്പിൾ ഓഫ് ചോട്ടാനാഗ്പൂർ പ്ലേറ്റു, ബംഗാൾ ആൻഡ് സം പാർട്സ് ഓഫ് ബീഹാർ വെർ ഇൻഹാബിറ്റഡ് പ്രൈമർലി ലൈൻസ് ഓഫ് ഹണ്ടർ ഗാദേഴ്സ്. ഹണ്ടർ ഗാദേഴ്സ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏത് ഏരിയയിൽ? ചോട്ടാനാഗ്പൂർ പ്ലേറ്റുവിന്റെ ഏരിയയിൽ. അത് വെസ്റ്റ് ബംഗാൾ, ബീഹാർ ഏരിയയിൽ. ഓക്കെ, സോ നോക്കുക, തോഡ എന്ന് വിളിക്കുന്ന ട്രൈബ്സ് ഉള്ളത് നീലഗിരി ഏരിയയിലാണ്. അവർ പാസ്റ്റോറൽ ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫല്ലോനെ റീർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എരുമകളെയും പശുക്കളെയൊക്കെ വളർത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. സന്താൾ എന്ന് പറയുന്നവർ ജാർഖണ്ഡ്, ബീഹാർ, ഒഡീഷ ഏരിയയിലാണ്. അത് ഈസ്റ്റേൺ ഇന്ത്യയുടെ ആ ഒരു ഏരിയയിലാണ് ഉള്ളത്. ലാർജസ്റ്റ് ട്രൈബ് ഇൻ ഈസ്റ്റേൺ ഇന്ത്യ, സന്താൾ റെബല്യൺ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിസ്റ്ററിയിൽ. ഗോണ്ട് ട്രൈബ് ഉള്ളത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര ഏരിയയിൽ. സെൻട്രൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രൈബാണ്. ഭിൽസ് ഉള്ളത് രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് ഏരിയയിൽ. ഖാസി, ഗാരോ ഉള്ളത് മേഘാലയ. ജരാവ ഉള്ളത് ആൻഡമാൻ, പ്രിമിറ്റീവ് ട്രൈബിലാണ് ജരാവ. ഓങ്ക് ഉള്ളത് ലിറ്റിൽ ആൻഡമാൻ, ഹന്തർ ഗാദറേഴ്സ് ആണ്. സെന്റിനലീസ് ഉള്ളത് ഹൈലി ആസോലേറ്റഡ് ട്രൈബ്സ്. നമ്മൾ ചെല്ലാൻ നേരത്തെ അമ്പും വില്ലും കൊണ്ട് നമ്മളെ എറിഞ്ഞു ഓടിക്കുന്ന ദ്വീപുകാരാണ് ആര്? സെന്റിനലീസ്. മുണ്ട എന്ന് പറയുന്ന ജാർഖണ്ഡുള്ള ട്രൈബാണ്. ബൂട്ടിയ സിക്കിം, ഒറവൂൺ ജാർഖണ്ഡ്, ലെപ്ച സിക്കിം, ബോഡോ ആസാം, അങ്കാമി നാഗാലാൻഡ്, കുക്കി മണിപ്പൂർ, മിസോറാം. ഓക്കെ, ഇതില് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത് ഏതാണ്? ഒന്നാമത്തത് തോഡ ട്രൈബ് എവിടെയുള്ളവരാണ്? നീലഗിരി ഹിൽസ് ആണ്. തോഡ ട്രൈബ് നീലഗിരി ഹിൽസ് ആണ്. ഇനി ചോട്ടാനാഗ്പൂർ ഏരിയ നമ്മൾ പറഞ്ഞു. ചോട്ടാനാഗ്പൂർ ഏരിയയിൽ കാണപ്പെടുന്ന ഹണ്ടർ ഗാദറേഴ്സിനെ വിളിക്കുന്ന പേരെന്താ? നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സന്താൾ എന്ന് വിളിക്കുന്ന ആൾക്കാരാരാ? സന്താൾ റെബല്യൻ, ജാർഖണ്ഡ്, ഈ ചോട്ടാനാഗ്പൂർ ഏരിയയിൽ കാണപ്പെടുന്നതാണ്. സോ ഇതിന്റെ ആൻസർ എന്താണ്? സന്താളാണ്. സോ തോഡ ട്രൈബ് നീലഗിരി, സന്താള് ചോട്ടാനാഗ്പൂർ പ്ലേറ്റ്. ഓക്കെ, സോ അത്രയാണ് നമ്മൾ ഈ പറയുന്ന ഒരു ടേബിൾ കൊണ്ട് നമ്മൾ ഏകദേശം മേജർ ആയിട്ടുള്ള ട്രൈബ്സ് കവർ ചെയ്തിട്ടുണ്ട്. ട്രൈബ്സ് ഒരുപാട് ഇന്ത്യയിലുണ്ട്, ഇത്രയെങ്കിലും പഠിച്ചിട്ട് പോവാം. ഏറ്റവും മേജർ ആയിട്ടുള്ളവരാണ് ഇവര്. ഓക്കെ, അടുത്തത് മാരിടൈം ഹാർബർ ഓഫ് ഗൾഫ് ഓഫ് കച്ച്. ഗൾഫ് ഓഫ് കച്ചിന്റെ അവിടെയുള്ള പോർട്ട് ഏതാണെന്ന്. ഇപ്പൊ ഇന്ത്യയിലെ മേജർ പോർട്ടുകൾ ഏതാ? ഒന്നാ ഗുജറാത്തിന്റെ ഭാഗത്തുള്ള കാൻഡല, ദീൻ ദയാൽ പോർട്ട്. മുംബൈയുടെ ഭാഗത്ത് മുംബൈ പോർട്ട്. ജവഹർലാൽ നെഹ്റു പോർട്ട് വീണ്ടും മഹാരാഷ്ട്രയിലുള്ളതാണ്. മർഗാവ് പോർട്ട് ഗോവയിലുള്ളത്. മാംഗ്ലൂർ പോർട്ട്, കൊച്ചി പോർട്ട് കേരളം. ചിദംബരം പോർട്ട് തൂത്തുക്കുടി. ചെന്നൈ പോർട്ട് ചെന്നൈയുടെ ഭാഗത്ത്, ചെന്നൈയുടെ തന്നെ തൊട്ടടുത്തുള്ളതാണ് കാമരാജർ എന്നൂർ പോർട്ട്. വിശാഖപട്ടണം പോർട്ട്. പാരദീപ് പോർട്ട് ഒഡീഷ. കൊൽക്കത്തയിലുള്ളത് കൊൽക്കത്ത പോർട്ട്. ഹാൽദിയും കൊൽക്കത്ത പോർട്ടിന്റെ ഒരു പാർട്ടാണ്. സോ ഇത്രയും പോർട്ട്സ് ഉള്ളത്. ഇവിടെ ചോദ്യം എന്താ? കച്ച്, ഗൾഫ് ഓഫ് കച്ച്. ഗൾഫ് ഓഫ് കച്ച് ഏതാ? ഈ ഒരു ഏരിയയിലുള്ള ഏതാണ് പോർട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ചോദ്യം ഈ ഏരിയയിലുള്ള പോർട്ട് ഏതാണെന്നാണ്. അതേതാ? അത് കാൻഡല പോർട്ടാണ്. അത് ഏത് പോർട്ടാ? കാൻഡല പോർട്ടാണ്. സോ നമുക്ക് നോക്കാം. ദീൻ ദയാൽ പോർട്ട് ഗുജറാത്തില്, മുന്ദ്ര പോർട്ട് ഗുജറാത്തില്, മുംബൈ പോർട്ട് മഹാരാഷ്ട്രയില്, ജവഹർലാൽ നെഹ്റു പോർട്ട് മഹാരാഷ്ട്ര, മഡ്ഗാവ് പോർട്ട് ഗോവ, മാംഗ്ലൂർ പോർട്ട് കർണാടക, കൊച്ചി പോർട്ട് കേരള. ഇത്രയാണ് നമ്മുടെ പോർട്സ്. അതിൽ കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് പോർട്സ് ഓൺ വെസ്റ്റ് കോസ്റ്റ്. വെസ്റ്റ് കോസ്റ്റിലെ ലാർജസ്റ്റ് പോർട്ട് കാൻഡലയാണ്. ലാർജസ്റ്റ് പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ പോർട്ട് ഇൻ ഇന്ത്യ മുന്ദ്ര പോർട്ടാണ്. ഓൾഡസ്റ്റ് നാച്ചുറൽ പോർട്ട് എന്ന് പറഞ്ഞാൽ മുംബൈ പോർട്ടാണ്. ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ ജവഹർലാൽ നെഹ്റു പോർട്ടാണ്. മേജർ അയൺ ഓർ പോർട്ട് ഇൻ ഇന്ത്യ ഏതാ? മഡ്ഗാവ് പോർട്ടാണ്. അങ്ങനെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഷിപ്മെന്റ്, ഇതിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് നമ്മുടെ വല്ലാർപാടം, നമ്മുടെ കൊച്ചി പോർട്ടാണ്. ഇപ്പുറ സൈഡിൽ നോക്കുകയാണെങ്കിൽ, ഈസ്റ്റേൺ സൈഡിൽ നോക്കുകയാണെങ്കിൽ കൊൽക്കത്ത പോർട്ട്, അത് മേജർ ഓൺലി റിവറൈൻ പോർട്ട്, ഇന്ത്യയിലെ ഒറ്റ ഒരു റിവറൈൻ പോർട്ടാണ്. പാരദീപ് പോർട്ട് ഒഡീഷയില്. ഫസ്റ്റ് മേജർ പോർട്ട് ഇൻ ഈസ്റ്റേൺ കോസ്റ്റ്. വിശാഖപട്ടണത്തിലുള്ള പോർട്ട് ഓൾഡസ്റ്റ് മേജർ പോർട്ട്, വൺ ഓഫ് ഇന്ത്യസ് ഓൾഡസ്റ്റ് മേജർ പോർട്ടാണ്. ഗംഗാവരം പോർട്ട് ആന്ധ്രാപ്രദേശ്. കാമരാജർ തമിഴ്നാടു. ചെന്നൈ പോർട്ട് തമിഴ്നാടു. വിഒ ചിദംബരം തമിഴ്നാടു. ഓക്കെ, അങ്ങനെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇതിന്റെ ആൻസർ കാൻഡലയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിലെ ഒരേ ഒരു റിവറൈൻ പോർട്ട്, അതൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി ജോളി ഗ്രാൻഡ് എയർപോർട്ട് ചോദ്യം വന്നതാണ്. ജോളി ഗ്രാൻഡ് എയർപോർട്ട്. അപ്പൊ എയർപോർട്ടിന്റെ പേര് വെച്ച് വീർ സവർക്കർ എയർപോർട്ട്. സോ എയർപോർട്ടിന്റെ പേരുകൾ വെച്ച് ചോദ്യം വരാം. സോ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പഠിക്കേണ്ടതാണ് ഇമ്പോർട്ടന്റ് ആൾക്കാരുടെ പേരുകളുണ്ട് ചില എയർപോർട്ടിന്.
ഇപ്പൊ കൊച്ചിൻ എയർപോർട്ടിന് സിയാൽ എന്ന പേരുള്ളൂ, വേറെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനെ പേരുള്ളൂ, ആൾക്കാരുടെ പേരൊന്നുമില്ല. ആ സമയത്ത് ഡൽഹിയിലെ എയർപോർട്ടിനെ വിളിക്കുന്നത് ഇന്ദിരാഗാന്ധി എയർപോർട്ട് എന്നാണ്. മുംബൈ എയർപോർട്ട് ഛത്രപതി ശിവാജി എയർപോർട്ട്, കൊൽക്കത്ത എയർപോർട്ട് സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ടാണ്, ഹൈദരാബാദ് രാജീവ് ഗാന്ധി, അഹമ്മദാബാദ് പട്ടേല്, പാട്ന ജയപ്രകാശ് നാരായണൻ JP നാരായണൻ, വാരണാസി ലാൽ ബഹദൂർ ശാസ്ത്രി, നാഗ്പൂർ ബാബാ സാഹിബ് അംബേദ്കർ, പോർട്ട് ബ്ലെയറിൽ വീർ സവർക്കർ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പൊ അടുത്ത് മാറ്റിയതാണ്. അഗർത്തലയിലുള്ളത് മഹാരാജ ബിർ ബിക്രം, ഇൻഡോർ ദേവി അഹല്യബായി, ലക്നൗ ചൗധരി ചരൺ സിംഗ്, അമൃത്സർ ഗുരു രാംദാസ് ജി, പിന്നെ ഒഡീഷയിലുള്ളത് വീർ സുന്ദരസായി, ഭോപ്പാൽ രാജാ ഭോജ്, ഗുവാഹട്ടി ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി ഇന്റർനാഷണൽ, ഉദയ്പൂരിൽ മഹാറാണ പ്രതാപ്, ഇംഫാലില് തിക്കന്ദ്രജിത്ത് ഇന്റർനാഷണൽ, പിന്നെ നന്ദേൻ മഹാരാഷ്ട്രയിലുള്ളത് ഗുരു ഗോവിന്ദ് സിംഗ്, ലേയിലുള്ളത് ബക്കുല റിംപോച്ചെ, മോപ്പ ഗോവയിലുള്ളത് മനോഹർ. ഓക്കെ, മനോഹർ പരീക്കറിന്റെ പേരിലുള്ളതാണ്. സോ ഈ ഇമ്പോർട്ടന്റ് ആൾക്കാർ, ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസിന്റെ എയർപോർട്ടിന്റെ പേര് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഈ ഒരു ടേബിൾ വെച്ച് നോക്കാം നമുക്ക്. ഇഫ് യു ലാൻഡ് ഓൺ ജോളി ഗ്രാൻഡ് എയർപോർട്ട്, ഈ ഒരു ടേബിൾ ഞാൻ കൊടുക്കാത്തൊരു സാധനമാണ് ഇത്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ, അതും കൂടെ ആഡ് ചെയ്ത് നോക്കുക. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലെ എയർപോർട്ടിന്റെ പേരാണ് ജോളി ഗ്രാൻഡ് എയർപോർട്ട്. വീർ സവർക്കർ എയർപോർട്ട് എവിടത്തെയാ? അത് ആൻഡമാൻ നിക്കോബാറിലെയാണ്, പോർട്ട് ബ്ലെയറിലെയാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് പോർട്ട് ബ്ലെയറിലെ വീർ സവർക്കർ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഡെറാഡൂണും കൂടെ ഒന്ന് ആഡ് ചെയ്ത് വെച്ചേക്കാം. സോ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. സോ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്നതാ ഈ ഒരു ടേബിളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോളാർ സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു, നമ്മൾ എർത്തിന്റെ ബേസിക്സ് പറഞ്ഞു, ഡ്രെയിനേജ്, ഇറിഗേഷൻ, ക്ലൈമറ്റ്, സോയിൽ, വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, അതുപോലെ എനർജി, മിനറൽസ്, അതുപോലെ എയർപോർട്ട്, അവസാനം എയർപോർട്ട് വരെ ഡിസ്കസ് ചെയ്തു നമ്മൾ. സോ ഗ്രൂപ്പ് ഡിയില് നമുക്ക് ജോഗ്രഫി എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇനി ബാക്കിയുള്ള ഒരു ഏരിയയാണ് മാപ്പിംഗ്. സംസ്ഥാനങ്ങള്, പല മൗണ്ടെയിൻസ്, പല സംസ്ഥാനങ്ങള്, പല ക്യാപിറ്റൽസ്, സ്ഥലങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിലെ IST എവിടെയാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇതിലൂടെ കടന്നു പോകുന്നു, അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് മാപ്പിംഗിൽ ഉൾപ്പെടുത്തി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഈ 3 ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ജോഗ്രഫി കവർ ചെയ്യാം. സോ എല്ലാവരും ഈ അനുബന്ധമായിട്ടുള്ള വസ്തുതകളും കൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ നോട്ട് ഇതിന്റെ കൂടെ തന്നെ വെച്ച് പഠിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.